നാം ഇപ്പോൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിനെ പറ്റി പറയാൻ, കേൾക്കാൻ, ജീവിതത്തിൽ ഒന്നാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ചർച്ച ചെയ്യുന്ന സദസ്സായതുകൊണ്ട് തന്നെ തികഞ്ഞ അച്ചടക്കം പാലിക്കാൻ. അള്ളാഹുവിന്റെ ഹബീബ് അവിടത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ പ്രവാചക പ്രേമികളായിരിക്കുന്ന മഹാരഥന്മാർ ആ പറയുന്ന സദസ്സിലിരുന്നാൽ അവരുടെ ശിരസിൽ ഒരു കുരുവിപ്പക്ഷി അല്ലെങ്കിൽ ഒരു പക്ഷിക്കുഞ്ഞ് വന്നിരുന്നാൽ ആ സദസ്സ് സമാപിക്കുന്നതുവരെ അത് പാറാത്ത രീതിയിൽ അച്ചടക്കത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു പ്രവാചക പ്രേമികൾക്കുണ്ടായത് എന്ന് മഹാന്മാരുടെ ചരിത്രങ്ങളിൽ കാണാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്ന ചർച്ച തുടങ്ങിയ പിന്നെ അവരുടെ ശിരസ് പോലും മറ്റൊരു ഭാഗത്തേക്ക് തിരിയാതെ അതിലേക്ക് മാത്രം ആകർഷിച്ചു നിൽക്കുന്നവർ. അങ്ങനെ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ ആ വിഷയത്തോട് അയാൾക്കുണ്ടാകുന്ന പരിഗണനയുടെ കടുപ്പമനുസരിച്ചാണ് സാധിക്കുക. മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ സലാം പറയൽ സുന്നത്താണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ സലാം പറയൽ കറാഹത്തായ സ്ഥലങ്ങളുണ്ട്, ചില സ്ഥലങ്ങളിൽ സലാം പറയൽ ഹറാമായ സ്ഥലങ്ങൾ ഉണ്ട്. തണ്ടാസിലിരിക്കുന്ന മലമൂത്ര വിസർജനം നടത്തുന്ന ഒരാളോട് സലാം പറയാൻ പാടില്ല, ഹറാമാണ്. എന്നാൽ വേറെ എന്തെങ്കിലും ഒരു ചർച്ചയിലായി കഴിഞ്ഞുകൂടുന്ന ഒരാള് നമ്മൾ സലാം പറഞ്ഞാൽ അതവർ ശ്രദ്ധിക്കാത്ത സാഹചര്യമാണ് എന്ന് തോന്നിയാൽ അവിടെ സലാം പറയൽ കറാഹത്താണ്. എന്താ കാരണം? സലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വലിയൊരു അഭിവാദ്യമാണ്. അത് കേൾക്കുന്ന മുസ്ലിമീങ്ങൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കേൾക്കണം, പരിഗണിക്കണം, അതിന് മറുപടി പറയണം. അല്ലാത്ത രീതിയിൽ അവരോട് പറയുമ്പോ അതവർ ശ്രദ്ധിക്കാതെ പോവുകയും അതിന് റിട്ടേൺ കിട്ടാതെ പോവുകയും ചെയ്യുമ്പോ അതാ അഭിവാദനത്തോട് ചെയ്യുന്ന കാണിക്കുന്ന അപമര്യാദയായി മാറുന്നതുകൊണ്ട് തന്നെ അവരുടെ അശ്രദ്ധയിൽ നാം ഒരു നല്ല കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് അവരെ കുറ്റക്കാരാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ വീക്ഷണം. ചില ആളുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ ഓല മുമ്പിൽ ബോംബ് കൂട്ടിയാലും കൂടെ ഒരച്ച് വെക്കൂല. കാരണം അവരതിന്റെ ലഹരിയിൽ അങ്ങോട്ട് ആ ചർച്ചയുടെ ആഴത്തിലേക്ക് അങ്ങോട്ട് ലയിക്കുക ദുനിയാവിന്റെ ചർച്ചയിൽ. എന്നാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ലോകാനുഗ്രഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിനേക്കാൾ വലിയ ഒരാളെ പറ്റി നമുക്ക് പറയാനില്ല. ആ ഹബീബിനേക്കാൾ വലിയ ഒരാളെ പറ്റി നമുക്ക് കേൾക്കാനില്ല. ആ ഹബീബിനേക്കാൾ വലിയ ഒരാളെ പറ്റി നമുക്ക് ചിന്തിക്കാനും ഇല്ല. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോ ആ സദസ്സിൽ നാം സംസാരിക്കുക, അതിന്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കുക, ടെലിഫോൺ അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ റസൂലുള്ളാഹിയേക്കാളും മറ്റേതൊരു വിഷയത്തിന് നാം പരിഗണന നൽകുന്നു എന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ് അത് അദബുകേടായി പോകും. ചില മഹാന്മാരൊക്കെ അത് നമ്മുടെ ആഖിബത്ത് പ്രയാസപ്പെട്ടു പോകാൻ കാരണമായി തീരും എന്ന് പോലും അഭിപ്രായം പറഞ്ഞ മഹത്തുക്കളെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് തിരക്കുകൾക്ക് മധ്യത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട് ഇത്തരത്തിൽ സദസ്സ് വെക്കുന്നു, കേൾക്കുന്നു. അത് നാളെ നമുക്ക് ആഖിറത്തിൽ ശിക്ഷയുടെ കാരണമായി മാറാൻ പാടില്ല. അത് നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട് സന്തോഷിക്കാൻ ഉപകരിക്കുന്ന നല്ല ഒരു സംരംഭമായി മാറണം എന്ന നിയ്യത്തോടുകൂടെ എല്ലാവരും നല്ല മനസ്സോടെ വിഷയം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ എന്റെ പ്രസംഗം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇന്നലെ ഒരുപാട് ലേറ്റായതാണ് നിർത്താൻ. നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ളതാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം ഇൻഷാ അല്ലാഹ് ഇന്നലെ പറഞ്ഞ വിഷയത്തിന്റെ 1-2 ഭാഗങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ കൊണ്ടുവരാം എന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരുപാട് സഹോദരിമാർക്കൊക്കെ അതിങ്ങനെ വലിയ ശ്വാസം മുട്ടിയിട്ട് അത് ഇന്നലെ 1 മണിയായാലും തിരക്കേടില്ലായിരുന്നു, അതെല്ലാം പറഞ്ഞു നിർത്താൻ ഒരു സമാധാനമായിരുന്നു ഒക്കെ അഭിപ്രായം ഇങ്ങനെ പലരും പറഞ്ഞു വെച്ചു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിച്ചാലും പഠിച്ചാലും തീർക്കാൻ കഴിയാത്ത വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ അനുഭവിച്ചറിഞ്ഞ പ്രവാചക ശിഷ്യന്മാരാകുന്ന സ്വഹാബത്തെ കിറാം. ആ സ്വഹാബത്തെ കിറാമിലൂടെയാണ് നാം റസൂലുള്ളാഹി തങ്ങളെ പഠിക്കേണ്ടത്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. ഖുർആനിന്റെ നിർദ്ദേശം അങ്ങനെയാണ്, ആമിനു കമാ ആമനന്നാസ്. സ്വഹാബത്തായ അറിയപ്പെട്ട ജനങ്ങൾ എങ്ങനെയാണോ അള്ളാഹുവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും വിശ്വാസം അർപ്പിച്ചത്, സ്വീകാര്യത നൽകിയത്, സമർപ്പണം നടത്തിയത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയും സമർപ്പണം നടത്തുകയും ചെയ്യണം എന്ന് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട് ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ 3 അനുഭവങ്ങൾ വിശദീകരിച്ച പ്രഗൽഭ സ്വഹാബിവര്യൻ സയ്യിദുന ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ, ഈമാനിനെ അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ, നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും അള്ളാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. മഹാനായ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടൻ അവിടുത്തെ മനസ്സിൽ ഇസ്ലാം പാറ പോലെ ഉറക്കാനുണ്ടായ അനുഭവപ്പെട്ട 3 കാര്യങ്ങൾ, റസൂലുള്ളാഹി തങ്ങളോടുകൂടെ ഉണ്ടായ ഒരു യാത്രയിൽ ഉണ്ടായ 3 കാര്യങ്ങൾ. അതിൽ ഒരനുഭവമാണ് ഇന്നലെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മറ്റൊരനുഭവം മഹാനായ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ നംശി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരു യാത്രയിലാണ്, ഒരു സഞ്ചാരത്തിലാണ്. ആ ഇരിക്കുന്ന ആൾ കുറച്ചൊന്ന് അടുത്തിരുന്നിട്ട് നിൽക്കുന്ന ആൾക്ക് കുറച്ചും കൂടി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നിന്നിട്ട് കുറെ സമയം ബുദ്ധിമുട്ടട്ടെ. ആ കുട്ടികളൊക്കെ ഒന്ന് കുറച്ച് മുന്നോട്ട് അടുത്തിരുന്ന് നോക്കുമ്പോൾ എല്ലാവരും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇരിപ്പിടത്തിൽ വിശാലത ചെയ്യുക എന്നുള്ള റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത വലിയ കൂലിയാ. പക്ഷെ അമ്പീഷ്യത്തിൽ ഏറ്റവും പിറകോട്ട് കേരളക്കാരാ. അറബി സുഹൃത്തുക്കളൊക്കെ 10 ആൾ ഇരുന്നിട്ട് ജാമായാലും 11ാമത്തെ ആളെ കണ്ട ഒന്നുമല്ലോ ഇങ്ങനെ ഇളകി വെക്കും. പക്ഷെ നമ്മൾ 8 ആളേ ഉള്ളൂ 12 ആക്കി ഇരിക്കാൻ പറ്റും. പിന്നെ വിശാലത കൂട്ടിയിട്ടേ ഇരിക്കുക. അത് നമ്മൾ ഈ കേരളക്കാർക്ക് മാത്രമുള്ള ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും അടുത്തിരുന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. പിന്നെ തീരെ സീറ്റില്ലാതെ പിന്നെ നിൽക്കല്ലാണ്ട് വേറെ നിർവാഹമില്ല. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്തു തരട്ടെ. മഹാനായ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്ന നംശി, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് ഞാൻ ഒരു യാത്രയിലാണ്. ശരിക്കും ശ്രദ്ധിച്ച ഈ വിഷയം, ഇത് നമ്മളടക്കം പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ മറ്റൊരു വിഷയമാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെയുള്ള ഒരു യാത്രയിലാണ്. ആ യാത്രാ വഴിയിൽ ഫഇദൻ നഹ്നു ബിജമലിൻ യഅദു ഹത്താ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഒട്ടകം, ആ ഒട്ടകം ഇങ്ങനെ ഓടി കിതച്ച് ചാടി വരികയാണ്. ശക്തമായ ഓട്ടം. ആ ഓടി വരുന്ന ഒട്ടകത്തിന്റെ എതിർദിശയിൽ ഇങ്ങനെ അങ്ങോട്ട് സഞ്ചരിക്കുകയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഒട്ടകം ഓടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ നിന്നു. ആ നിന്ന ഒട്ടകം അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, ഫഖാല യാ റസൂലല്ലാഹ് അൽ അമാൽ അൽ അമാൽ. സാധാരണഗതിയിൽ സംസാരശേഷിയില്ലാത്ത ഒട്ടകം തിരിയുന്ന അറബി ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നത് യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കി, അല്ലാഹുവിന്റെ ഹബീബിനെ അറിയാത്ത ജീവികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കാത്ത ജീവികളില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് സംസാരിക്കാത്ത ജീവികളില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഒട്ടകം എന്താണ് പറയുന്നത്? ഓടി വന്നിട്ട് പ്രവാചക പ്രഭുവിന്റെ പവിത്രമായ സാന്നിധ്യത്തിൽ വന്നിരുന്ന് കതച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടകം, അൽ അമാൽ അൽ അമാൽ, എനിക്ക് സംരക്ഷണം തരണം നബിയേ, എനിക്ക് സംരക്ഷണം തരണം നബിയേ. സുബ്ഹാനല്ലാഹ്, ഒരു നാൽക്കാലിയായ മൃഗം ആരോടാണ് സംരക്ഷണം ചോദിക്കുന്നത്? ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് ഈ ഒട്ടകം അൽ അമാൻ അൽ അമാൻ, എനിക്ക് അഭയം തരണം നബിയെ, അഭയം തരണം.
ഇതങ്ങ് പറഞ്ഞു തീരുമ്പോ ഫലം യൽബസ് ഹത്താ ജാഅ ഖൽഫഹു അറാബിയുൻ വമഅഹു സൈഫുൻ. ഈ ഒട്ടകം വന്നിട്ട് റസൂലുള്ളാഹിയോട് അഭയം ചോദിക്കുമ്പോ നേരെ പിറകിൽ ഒരു അഅറാബിയായ മനുഷ്യൻ ഓടി വരുന്നു. അയാളുടെ കയ്യിൽ നല്ല സൈഫുൻ മസ്ലൂല്, നല്ല തിളങ്ങുന്ന മൂർച്ചയുള്ള വാളുണ്ട് കയ്യിൽ. ആ വാളുമായിട്ട് പിന്നാലെ ഈ അഅറാബി ഓടി വരിക. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഈ അഅറാബിയും എത്തി. ഈ അഅറാബി അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലെത്തിയപ്പോ ഈ ഒട്ടകം ഭയത്തോടെ വീണ്ടും അമാൻ ചോദിച്ച് അഭയം ചോദിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ പിറകിലേക്ക് മാറി നിൽക്കുകയാണ്. പിൻഭാഗത്ത് ഒട്ടകം നിൽക്കുന്നു, മുൻഭാഗത്ത് തിളങ്ങുന്ന മൂർച്ചയുള്ള വാള് കത്തി കയ്യിൽ പിടിച്ചിട്ട് അതിന്റെ യജമാനനും നിൽക്കുന്നു. അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നു, മാ തുരീദു മിൻ ഹാദൽ മിസ്കീൻ. അല്ല മനുഷ്യ, എന്താ ഈ പാവപ്പെട്ട ജീവിയെ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താ ദിവസം? ആ സമയത്ത് ഈ ഒട്ടകത്തിന്റെ യജമാനൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇസ്തറൈതുഹു ബിസമനിൻ കസീരിൻ ഫലൈസ ഹുവ യുതീഉനി ഫഉരീദു അൻ അദ്ബഹു ഫഅന്തഫിഉ ബിലഹ്മിഹി. നബിയെ, ഞാനിത് വലിയ വില കൊടുത്തു വാങ്ങിയ ഒട്ടകമാണ്. നല്ല കാശ് കൊടുത്തിട്ടാണ് ഇതിനെ വാങ്ങിയിരിക്കുന്നത്. ഇതിന് ഞാൻ വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ടുപോയി അതിന് താമസിക്കാനുള്ള തൊഴുത്തുണ്ടാക്കി കൊടുത്തു, കുടിക്കാനുള്ള വെള്ളം കൊടുത്തു, ഭുജിക്കാനുള്ള ഭക്ഷണവും കൊടുക്കുന്നു. പക്ഷേ ഈ ഒട്ടകം എന്നോട് അനുസരണം കാണിക്കുന്നില്ല നബിയേ. ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എന്നോട് എതിര് പ്രവർത്തിക്കുകയാണ് ഈ ഒട്ടകം ചെയ്യുന്നത്. ഞാൻ കൊടുത്ത കാശ് വളരെ വലുതാണ്, കൊടുക്കുന്ന വെള്ളവും പുല്ലിനും ഒക്കെ വലിയ കാശ് കൊടുക്കണം. ഇങ്ങനെ അധ്വാനിച്ച് ഞാൻ വാങ്ങിപ്പോറ്റുന്ന ഒരൊട്ടകം ഞാൻ പറയുന്നത് എന്നോട് അനുസരണം കാണിക്കാതെ എന്നോട് കുരുട്ട് കാണിച്ചു നിൽക്കുമ്പോ ഞാൻ തീരുമാനിച്ചു എന്റെ പണം നഷ്ടപ്പെടുത്താൻ പറ്റൂല. ഈ ഒട്ടകത്തിന് അറുത്തിട്ട് അതിന്റെ ഇറച്ചി വിറ്റ് കാശുണ്ടാക്കാൻ തീരുമാനിച്ചതാണ് നബിയെ. അങ്ങനെ ഞാൻ അറുക്കാൻ വേണ്ടിയുള്ള ഒരുക്കപ്പാടിയായപ്പോ അവിടെ നിന്ന് കടിഞ്ഞാൻ പൊട്ടിച്ച് കുതറി ഓടി വന്നതാണ് നബിയേ. അഅറാബിയായ ഈ യജമാനൻ അദ്ദേഹത്തിന്റെ കാരണവും ബോധിപ്പിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒട്ടകത്തോട് ചോദിക്കുന്നു, ലിമ തഅസിഹി, അല്ല ഒട്ടകമേ, എന്തേ നീ യജമാനനോട് എതിര് കാണിക്കാനുള്ള കാരണം? യജമാനനോട് എന്തേ നീ മൂട്ട് കാണിക്കുന്നത്? എന്തേ നീ അനുസരിക്കാത്തത്? ഇതാണ് അദ്ദേഹത്തിന് റസൂലുള്ളാഹി തങ്ങളുടെ ചോദ്യം. കേട്ടോ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചോദ്യത്തിന് ആ ഉത്തരം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, ഓ പ്രിയപ്പെട്ട നബിയെ, ഞാൻ എന്റെ യജമാനനോട് ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിച്ചിട്ടില്ല. എനിക്ക് ആ യജമാനനോട് ജോലി ചെയ്ത് സഹകരിക്കുന്നതിനൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ എന്റെ യജമാനനോട് അനുസരണക്കേട് കാണിക്കാൻ അടിസ്ഥാനപരമായി ഒരു കാരണമുണ്ട് നബിയേ. ഈ മനുഷ്യനടക്കമുള്ള ഇദ്ദേഹത്തിന്റെ കുടുംബം, കബീലക്കാരടക്കം താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഞാനുമുള്ളത്. ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും വളരെ മോശമായൊരു പണിയുണ്ട് നബിയേ. ആ മോശമായ പണി ഇവര് ചെയ്യുമ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന. എന്നെയും ഇവരെയും പടച്ച റബ്ബിന്റെ അദാബിറങ്ങിപ്പോകുമോ? ആ അദാബിറങ്ങുന്ന സമയത്ത് നിരപരാധിയായ ഞാനും കൂടെ ആ അദാബ് ഏറ്റുവാങ്ങേണ്ടി വരുമല്ല നബിയേ. എന്റെ യജമാനൻ എന്റെ റബ്ബിനനുസരിക്കാതിരുന്നപ്പോ എനിക്കെന്റെ യജമാനനുസരിക്കാൻ സാധിക്കുന്നില്ല നബിയേ. ഞാനിപ്പം കുതറിയോടി വന്നത് ഈ മനുഷ്യൻ എന്നെ വെട്ടിമുറിക്ക് കഷ്ണമാക്കുമെന്ന് പേടിച്ചിട്ടല്ല. ഇവർക്ക് അള്ളാന്റെ അദാബ് ഇറങ്ങുകയാണെങ്കിൽ ആ അദാബ് നിരപരാധിയായ ഞാനും കൂടെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന ഭീതിയോടെ ഞാൻ കടിഞ്ഞാൻ പൊട്ടിച്ച് പുറോടിയതാണ് നബിയേ.
അല്ലാഹുവിന്റെ ഹബീബ് ആ ഒട്ടകത്തോട് ചോദിക്കുന്നു, അല്ല ഒട്ടകമേ, ഈ മനുഷ്യനും ഇദ്ദേഹത്തിന്റെ കുടുംബവും മോശമായൊരു പണി പതിവാക്കുന്നു എന്ന് നീ പറഞ്ഞല്ലോ, എന്താണ് ആ വിഷയമൊന്ന് പറയുമോ? ആ ഒട്ടകത്തിന്റെ മറുപടി അതാ ചോദ്യം തീരുമ്പോഴേക്ക് വരുന്നു. അന്നൽ ഖബീലത്തല്ലതീ ഹുവ ഫീഹാ യനാമൂന അൻ സ്വലാത്തിൽ ഇശാ. ഈ മനുഷ്യരും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരിൽ പലരും രാത്രിയിൽ ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരാണ് നബിയേ. സുബ്ഹാന ജല്ല ജലാലുഹു. വിശേഷ ബുദ്ധിയുള്ള നമ്മോട് അള്ളാഹു ഒരു ദിവസത്തിൽ 5 നേരം മുഖവും കയ്യും കാലും കഴുകിയിട്ട് അവന്റെ മുന്നിലൊന്ന് തലകുനിക്കണമെന്ന് പറഞ്ഞപ്പോ അത് കേൾക്കാൻ, അനുസരിക്കാൻ വിശേഷ ബുദ്ധിയുള്ള നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വിശേഷ ബുദ്ധിയും വിവേകവുമില്ലാത്ത നാൽക്കാലികൾ നമുക്ക് വരുന്ന അദാബിനെ പേടിക്കുന്നുണ്ട് കേട്ടോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് ഈ ഒട്ടകം പറയുന്നു, നബിയെ, ഫലൗ ആഹദക അൻ യുസല്ലിഹാ ആഅതുക അല്ലാ അസീ. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ഒരു കരാറ് തങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ചെയ്യട്ടെ, ഇനി ഇശാ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന ആ ദുസ്വഭാവം ഇനി ജീവിതത്തിൽ ഉണ്ടാകൂല എന്ന് ഇവരൊന്ന് മറുപടി പറയട്ടെ. ഹബീബായ തങ്ങളോടൊന്ന് ഉടമ്പടി ചെയ്യട്ടെ. ഞാനിതാ തങ്ങൾക്ക് കരാറ് തരുന്നു, ഞാനിനി എന്റെ യജമാനനോട് എതിരു പ്രവർത്തിക്കുകയില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിസ്കരിക്കാത്ത മനുഷ്യനിറങ്ങുന്ന അദാബിനെ പേടിക്കുന്ന ആര്? നമ്മുടെ വീട്ടിലുള്ള പൂച്ചയും കോഴിയും മൃഗങ്ങളും പേടിക്കുന്നുണ്ട്. പക്ഷേ അതിന് സംസാരിക്കാൻ, നമ്മളോട് സംസാരിക്കാൻ പറ്റാത്തതായതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. അള്ളാന്റെ ഹബീബിനോട് ആ വേദന മൃഗങ്ങൾ പോലും തുറന്നു പറയുകയാ. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് ഞാൻ സൂചിപ്പിക്കട്ടെ, എന്റെ കൊച്ചനുജത്തിമാർ, ഉമ്മപങ്ങന്മാര്, വളരെ ഗൗരവത്തോടെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. ജീവിതത്തിന്റെ വലിയ ഭാരം താങ്ങാൻ കഴിയാതെ അതേ കണ്ണെത്താ ദൂരത്തു നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വായുമണ്ഡലത്തെ ചീറിമുറിച്ച് യാത്ര ചെയ്ത് അതേ ഒരു കടലിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചു ദ്വീപിന്റെ അകത്ത് വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് കാശുണ്ടാക്കി നാം ജീവിക്കുന്നു, നമ്മുടെ മക്കളെ പോറ്റുന്നു, സുഖിക്കുന്നു അല്ലേ? ഈ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഖാലിഖായ റബ്ബ് ഒരു ദിവസത്തിൽ എത്രയോ നമുക്ക് നിഅമത്ത് ചെയ്തു തന്നിട്ടില്ലേ? കുടിക്കാനുള്ള വെള്ളം തന്ന റബ്ബ്, ഭുജിക്കാനുള്ള ഭക്ഷണം തന്ന റബ്ബ്, ധരിക്കാനുള്ള വസ്ത്രം തന്ന റബ്ബ്, നടക്കാനും ഇരിക്കാനും ഭൂമിയെ പാകപ്പെടുത്തി തന്ന റബ്ബ്. അതേ കിടന്നാൽ പലരും ഉറക്കം വരാതെ ഉറക്ക ഗുളിക കഴിച്ചിട്ട് പിന്നെയും ഉറങ്ങാൻ കഴിയാതെ വേദനിക്കുമ്പോ നന്നായി സുഖനിദ്രയിലാടാൻ കഴിവ് തന്ന റബ്ബല്ലേ? ഒരുപാട് ആളുകൾ മാനസിക അസ്വസ്ഥതകളോടെയും വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളോടെയും പരക്കം പായുമ്പോ സമാധാനമുള്ളൊരു മനസ്സ് തന്ന റബ്ബല്ലേ? ആരൊക്കെ എന്തൊക്കെയാ? പണം ഉണ്ടായിട്ട് എന്താ കാര്യം? നേതാവായിട്ട് എന്താ കാര്യം? മന്ത്രിയായിട്ട് എന്താ കാര്യം? പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്താൽ തീർന്നു കഥ. പിന്നെ പത്രക്കാരും മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പണം ഇല്ലാഞ്ഞിട്ടാണോ? ആരോഗ്യമില്ലാഞ്ഞിട്ടാണോ? സൗന്ദര്യമില്ലാഞ്ഞിട്ടാണോ? കെട്ടിയ പെണ്ണുങ്ങൾ ലോഡ്ജിന്റെ അകത്ത് മരിച്ചു കിടക്കുന്നു. ആകപ്പാട് എന്ത് പ്രതികരിക്കണമെന്നറിയാതെ വലിയ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാക്കൾ അന്തം വിടുന്നു. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. നിസ്സാരമായി കാണേണ്ടതില്ല. അതേതെങ്കിലും ഒരു മിനിസ്റ്ററുടെ അനുഭവം മാത്രമായി കാണേണ്ടതില്ല. നമ്മുടെ വീട്ടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന ഭാര്യക്കെങ്ങാനും ഒരു മാനസികമായൊരു തളർച്ച വന്ന് പിറ്റേന്ന് രാവിലെ തിരിച്ച് ഇതുപോലെ നമ്മോടൊന്ന് പ്രതികരിച്ചാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിസ്സാരമായി കാണേണ്ടതല്ല. മനുഷ്യന്റെ കൽബിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു.
മനുഷ്യന്റെ 2 വിരലുകൾക്കിടയിൽ ഒരു ഉരുണ്ട വസ്തുവിനെ പിടിച്ചാൽ അതെങ്ങനെയാണോ ഇൻഖിലാബാകുന്നത്, ഇതുപോലെയാണ് മനുഷ്യന്റെ കൽബെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യന്റെ കൽബിന് ഒരിക്കലും സ്ഥിരതല്ല, അതിങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. ചില മനുഷ്യന്മാർക്ക് ആ സ്ഥിരത മാറുമ്പോഴാണ്, തെറ്റുമ്പോഴാണ് മാനസിക രോഗം, ടെൻഷൻ, വറീസ്, അസ്വസ്ഥത എന്നൊക്കെ പറയുന്ന അതാണ്. ആ റബ്ബ് നമ്മുടെ മനസ്സിന് ഈ അട്ടിമറിയത്തൊട്ട് നിലം തടഞ്ഞു നിർത്തിയിട്ട് സ്ഥിരമായൊന്ന് ചിന്തിക്കാനും ആശ്വസിക്കാനുമുള്ള കഴിവ് തന്നെങ്കിൽ ചില്ലറയല്ല കേട്ടോ. ചില്ലറ നിഅമത്തല്ല റബ്ബ് ചെയ്തത്. ഇത്രയും വലിയ കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബ്, ആ അധിപനായ റബ്ബിന്റെ മുന്നിൽ ഒരു ദിവസത്തിൽ ഒരു 5 നേരം സുജൂദ് ചെയ്യാനെങ്കിലുമുള്ള സന്മനസ് നമുക്കില്ലെങ്കിൽ നമ്മെ പോലത്തെ നന്ദികെട്ട വൃത്തികെട്ടൊരു ജീവി അള്ളാഹുവിന്റെ ലോകത്തില്ല കേട്ടോ. ഖാലൽ നബിയ്യു മുസ്തഫായ ഉമ്മത്തി ലാ തഖുലൂ മഅ താരിഖി സ്വലാത്തി. 5 നേരം നിക്കരിക്കാതെ നല്ല ജീൻസ് പാന്റ്, ടീ ഷർട്ട്, സൂട്ട്, കോട്ട്, ബോട്ട്, ടൈ, ക്ലീൻ ഷേവ്, അല്ലേ, ഹെയർ ഓയിൽ, എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗപ്പെടുത്തി ആള് സിംപ്ലനാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. ഹബീബായ തങ്ങൾ പറയുന്നു, നിന്റെ വീട്ടിലുള്ള പട്ടിയോടൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലും നിന്നോടൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് നീ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിസ്കരിക്കാത്തവന്റെ ജീവൻ ഒരു പട്ടിയുടെ ജീവന്റെ വില പോലും കൊടുക്കരുതെന്ന് പഠിപ്പിച്ച വിശ്വഗുരു മുഹമ്മദിനിൽ മുസ്തഫ. സ്വന്തം നെഞ്ചിന് കൈവച്ച് ചോദിക്കുക, നമ്മിൽ എത്ര പേര് ജീവന് വില നൽകേണ്ടവരുണ്ട്? എത്ര പേർക്ക് ജീവന് വില നൽകേണ്ടതുണ്ട്? കുട്ടികൾ മദ്രസയിൽ പഠിക്കുക. മദ്രസയിൽ ചെന്നപ്പോ ഉസ്താദ് മസല പഠിപ്പിച്ചത് എന്താ? നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമായ ഐനജിസായ ജീവിയാണ്. എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. പിറ്റേന്ന് നിക്കാരത്തിന്റെ പാടാണ്. അപ്പൊ ഉസ്താദ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക, മോനെ നിക്കാരം നിർബന്ധമാണ്. നിക്കരിക്കാത്തൊരു മനുഷ്യന്റെ ജീവന് പട്ടിയുടെ നിലവാരം പോലുമില്ല. പിറ്റേന്ന് രാവിലെ കുട്ടി ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീട്ടിന്റെ കൊലായിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ബ്രഷും പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോ നിക്കരിക്കാത്ത ഉപ്പ ഇടത്തുഭാഗത്തുണ്ട് നിൽക്കുന്നു. നേരെ മുന്നിലൂടെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ടുന്ന നായയുണ്ട് മുന്നിൽ. കുട്ടി ഇങ്ങനെ ആലോചിക്കുക, കല്ല് കൈ പിടിച്ചിട്ട് നായനെറിയണോ അല്ല വാപ്പനെ തല്ലണോ? അല്ലേ, മസ്തല പഠിച്ച കുട്ടി ഇങ്ങനെ ആലോചിക്കുക, ഞാൻ ഈ കല്ലുകൊണ്ട് വാപ്പനെയാണോ എറിയേണ്ടത് അല്ല തിരിച്ച് ഈ പട്ടിയെയാണോ എറിയേണ്ടത്? ഒരുപക്ഷെ നല്ല ഉറപ്പുള്ള മനസ്സാണ് കുട്ടിയതെങ്കിൽ ഉസ്താദ് പറഞ്ഞ മസ്തല ശരിക്ക് കൽബിൽ ഓർച്ചിട്ടുണ്ടെങ്കിൽ ഈ പട്ടിനേക്കാളും മോശം വാപ്പയാണെന്ന് കുട്ടി ചിന്തിച്ചു പോയി കാണും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഈ പവിത്രമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞാനും നിങ്ങളുമൊക്കെ ഇന്നിവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്യണം. ഇനി എന്റെ മരണം വരെ ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കില്ല. ആ ഒരുറച്ച തീരുമാനം. ഈ വർഷത്തെ റബീഉൽ അവ്വലിനെ കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം കിട്ടിയെന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് കൃത്യമായി നിക്കരിക്കണം എന്നൊരു തൗഫീഖ് അല്ലാഹു ഈ സദസ്സിന്റെ ഹദ്ദ് കൊണ്ട് എനിക്ക് തന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കട്ടെ, ഈ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ, എന്റെ യജമാനൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും രാത്രിയിൽ ഇശാ നിസ്കരിക്കാതെ എനിക്ക് കിടന്നുറങ്ങുന്ന സ്വഭാവമുണ്ടാകൂല എന്ന് ഒന്ന് പ്രതിജ്ഞ ചെയ്യട്ടെ, അങ്ങയോട് ഉടമ്പടി ചെയ്യട്ടെ. ഞാൻ അങ്ങയെ മുൻനിർത്തിക്കൊണ്ട് കരാറ് ചെയ്യുന്നു, എന്റെ ജീവിതത്തിൽ ഇനി ഞാൻ എന്റെ യജമാനനോട് എതിർ പ്രവർത്തിക്കൂല. എനിക്ക് യജമാനനോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമല്ല, അല്ലാഹുവിന്റെ അദാബ് ഫഅഖാഫു അൻ യൻസില അലൈഹിം അദാബു മിനല്ലാഹ് ഫഅകൂനു ഫീഹിം. പടച്ച റബ്ബിന്റെ അദാബ് ഈ വിഭാഗത്തിന് ഇറങ്ങുമ്പോ ഞാനും കൂടെ അതിൽ പെട്ടുപോകുമെന്ന പേടിയാണോ? അതുകൊണ്ട് തങ്ങളോട് ഇവർ ഉടമ്പടി ചെയ്യുമോ? ഞാൻ അങ്ങേക്ക് ഇവിടെ വെച്ച് ഉറപ്പു തരുന്നു, എന്റെ യജമാനനോട് അനുസരിക്കാം. സുബ്ഹാനല്ലാഹ്, ഈ യജമാനനായ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു പറയുന്നു, നബിയേ, ആ ഒട്ടകം പറഞ്ഞത് സത്യമാണ്. ഇന്നങ്ങയോട് ഞാൻ കരാറ് ചെയ്യുന്നു,
ഞാനോ എന്റെ കുടുംബമോ ഇനി ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കൂല. ഇശാ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന സ്വഭാവം ഉണ്ടാകൂല. ഇതങ്ങ് പറഞ്ഞു തീരേണ്ട താമസം അതേ ആ ഒട്ടകം വളരെ അനുസരണത്തോടെ ഹബീബായ തങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യജമാനനെ ഏൽപ്പിക്കുന്നു. വറജഅ ഇലാ അഹ്ലിഹി, സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നു. അനുസരണമുള്ള മൃഗമായി മാറുന്നു. ഉഖൈൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ സംസാരശേഷിയില്ലാത്ത ഒട്ടകം, അതേ ബുദ്ധിശക്തിയില്ലാത്ത ഒട്ടകം പടച്ച റബ്ബിന്റെ അദാബിനെ പേടിക്കുന്നതും യജമാനന്റെ നീതി കൃത്യമായ യജമാനനിലും കുടുംബങ്ങളിലും സംഭവിക്കുന്ന അധർമ്മത്തിനെതിരെ ശബ്ദിക്കുകയും ചെയ്ത് സ്ഫുടമായ ഭാഷയിൽ ഹബീബിന്റെ മുന്നിൽ സംസാരിക്കുന്ന രംഗം ഞാൻ കണ്ടപ്പോൾ ഇസ്തഖറൽ ഇസ്ലാമു ഫീ ഖൽബി, എന്റെ കൽബിൽ ഇസ്ലാം ശക്തമായി അങ്ങ് ഉറച്ചിരിക്കുന്നു കേട്ടോ. സയ്യിദുനാ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ അത്ഭുതത്തിന് സാക്ഷിയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിനെ പറ്റി പറയാൻ കഴിയോ സാധാരണ മനുഷ്യനെന്ന്? ആ ഹബീബിനെ പറ്റി ഒരാൾ സാധാരണ മനുഷ്യനെന്ന് പറയുമ്പോ അത് ചിരിച്ചിട്ട് കേട്ട് തലയാട്ടാൽ ഒരു പ്രവാചക പ്രേമിക്ക് സാധിക്കൂല കേട്ടോ. അവനെ എതിർത്തതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും തിരക്കേടില്ല. ജീവിതത്തിൽ അത് സഹിക്കലല്ലാതെ എന്റെ ഹബീബിന്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന ഒരു വാക്ക് കേൾക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കൂല. ആ രീതിയിലുള്ളൊരു സ്വീകാര്യത അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് നമ്മുടെ കൽബിലുണ്ടാകണം. ഇരിക്കട്ടെ, മൂന്നാമത് ഉഖൈൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്നാമത് ഉഖൈൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റൊരു യാത്രയിൽ വഴിമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഓ ഉഖൈൽ, എനിക്കൊന്ന് മലമൂത്ര വിസർജനം നടത്തി മനോഹരിച്ച് വുളൂ ചെയ്യണം. ഇവിടെയൊന്നും മറകിട്ടാനില്ലല്ലോ. സംസാരിക്കുന്ന സമയത്ത് വകാന ബിഹിദാഇഹി അഷ്ജാറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉഖൈൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന അരികിൽ കുറച്ച് മരങ്ങളുണ്ട്. മഹാനായ ഉഖൈൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുന്നു, വഖുല്ലഹാ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ തആലീ വകൂനീ ലീ സിത്റാ. ഉഖൈലേ, ആ മരത്തിന്റെ അരികിൽ ചെന്നിട്ട് പറയണം, റസൂലുള്ള നിന്നെ വിളിക്കുന്നു എന്ന് പറയണം. ഉണ്ടോ? ടൈറ്റിൽ അവിടെയാണ്. മുഹമ്മദ് എന്ന പദമല്ല, മുഹമ്മദ് നബിക്കൊരു ടൈറ്റിലുണ്ട്, റസൂലുള്ളാഹി. അവിടെയാ ലോകം മുഴുവനും കിടിലം കൊള്ളുന്നത്, അവിടെയാണ് ലോകം മുഴുവനും വിറക്കുന്നത്, അവിടെയാണ് ലോകം മുഴുവനും അനുസരണം പ്രഖ്യാപിക്കുന്നത്. മാ മിൻ ശൈഇൻ ഇല്ലാ വയഅലമു അന്നി റസൂലുള്ളാഹ്. ഒരാൾ പ്രവാചകനാകണമെങ്കിൽ സാധാരണക്കാരനായാ പറ്റൂല. അസാധാരണത്വം പ്രകടിപ്പിക്കാൻ പറ്റുന്ന തൗഫീഖുള്ള ഹള്ളുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ പ്രവാചകത്വം വാദിക്കാൻ തന്നെ പറ്റുള്ളൂ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇരിക്കട്ടെ, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, ഫഖറജതു ഫമസ്തംതു റിസാല. ഞാനിത് കേട്ടപ്പോ, ഞാൻ ഇസ്ലാമിലേക്ക് വന്ന ഉടനെയില്ലേ എനിക്ക് ചെറിയൊരു ആശങ്ക. കാരണം എന്താണ്? ഞാൻ മരത്തോട് ചെന്നിട്ട് എന്ത് പറയാനാണ്? ജീവിതത്തിൽ മരം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, ജീവിതത്തിൽ മരം അത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ജീവിതത്തിൽ മരം ഒരാളോട് അനുസരണം പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ മരത്തോട് ഞാനെന്ത് പറയാനെന്ന ചിന്ത എന്റെ കൽബിൽ വന്നു. പക്ഷേ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ഓർമ്മ റസൂലുള്ളാഹി. എന്നോട് ഈ പറഞ്ഞതൊരു സാധാരണക്കാരനല്ല, അള്ളാന്റെ റസൂലല്ലേ. ഞാൻ ആ ധൈര്യത്തോടെ ചെന്നിട്ട് പറഞ്ഞു,
ഇല്ലാ വൽ അശ്ജാർ ഖദ് ഇൻഖതഅത് മിൻ ഉസൂലിഹാ. ഞാൻ മരത്തിന്റെ അരികിൽ ചെന്നിട്ട് ഈ വിഷയം അങ്ങ് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, മൊരടക്കം പറഞ്ഞിങ്ങ് പോരുകയാണ് മരം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പവിത്രമായ സവിധത്തിൽ ചെല്ലുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ചുറ്റുഭാഗത്ത് ആ മരങ്ങൾ മുഴുവനും വലയം സൃഷ്ടിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ആ വൃക്ഷങ്ങൾ സൃഷ്ടിച്ച മറക്കിടയിൽ മലമൂത്ര വിസർജനം നടത്തി മനോഹരിച്ചു. വുളൂ ചെയ്തെഴുന്നേറ്റതിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബ് കൈകൊണ്ടൊന്ന് സൂചിപ്പിക്കുന്നു മരങ്ങളോട് തിരിച്ചു പോകാൻ. ആ മരങ്ങൾ ഒരനുസരണമുള്ള കുട്ടിയെപ്പോലെ നേരത്തെ എവിടെയാണോ റബ്ബതിനെ പടച്ചിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ ഈ വൃക്ഷങ്ങൾ മുഴുവനും തിരിച്ചു ചെല്ലുന്നത് ഞാൻ കണ്ടു. ഈ 3 അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് മുതൽ പിന്നെ എനിക്കിന് റസൂലുള്ളാഹിനെ പറ്റിയിട്ടൊരു സംശയം ഉണ്ടായിട്ടില്ല, ഇസ്ലാമിനെ പറ്റി ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഇസ്തഖറൽ ഇസ്ലാമു ഫീ ഖൽബി, അതോടുകൂടെ ഇസ്ലാം എന്റെ മനസ്സിൽ പാറ പോലെ ഉറച്ചുപോയി. മഹാനായ സയ്യിദുന ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഈ ഒരു ബോധം എന്റെയും നിങ്ങളുടെയും കൽബിലുണ്ടാകണം. നമുക്കിന്ന് പറ്റിയ വലിയൊരു അബദ്ധോ നമ്മൾ ആര് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ലാത്തതാ. വലിയൊരു അപകടം അവിടെയാ പറ്റിയത്. ഞാനിങ്ങനെ സിനിമയും കണ്ട് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് കണ്ട് അവിടെ എവിടെയും പോയി കുത്തിരുന്നിട്ട് ഒരു സംസ്കാരമില്ലാത്തവനായി ജീവിക്കേണ്ടവനാണോ, അല്ല ഞാൻ കുറച്ചൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ജീവിക്കേണ്ടവനാണോ, ഇതൊരാൾ ചിന്തിക്കണമെങ്കിൽ ഞാൻ ആര് എന്ന ബോധം നമുക്ക് വേണം. നമ്മക്കിപ്പോ പണ്ടേയുള്ള തീരുമാനം നമ്മളിനി നന്നാകുന്ന പരിപാടിയിലാണ് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കുട്ടികളെ മദ്രസയിൽ ചേർക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അങ്ങനെ കുട്ടികൾ ചെറിയ 4 വയസ്സുള്ള മോന്റെ കയ്യും പിടിച്ചിട്ട് പള്ളിക്കൽ ഉസ്താദിന്റെ അടുത്ത് പോകും. എന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മോനെ ഓതാൻ ചേർക്കുക. എന്താ ഉസ്താദിനോട് വാപ്പ പറയുന്ന വാക്ക്? ഉസ്താദെ, ഞാനോ ഇങ്ങനെ ആയിപ്പോയി, എന്റെ മോനെങ്കിലും ഒന്ന് നന്നായി കിട്ടണോ, അതുകൊണ്ട് എന്റെ മോനൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദിനെ ഏൽപ്പിക്കാണ്. മൂപ്പർ എന്നേരം തീരുമാനം ഞാൻ നന്നാകുന്ന പരിപാടിയില്ല, ഞാനിപ്പോയ കോലത്തിൽ അങ്ങ് പോട്ടെ, ഇറ്റൊക്കെ ഒന്ന് നന്നായി കിട്ടിയാൽ രക്ഷപ്പെട്ട് കിട്ടിയെന്ന. ഒരു ഉപ്പന്റെ നാവുന്ന് വരേണ്ട ലഫ്ള് അതാണോ? അല്ല. ഒരു മകനെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി അയക്കുമ്പോ വാപ്പാന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, അവന്റെ ബർക്കത്ത് കൊണ്ട് എനിക്കും കൂടെ ഒന്ന് നന്നാകാൻ സാധിക്കണം. ഇൽമു പഠിക്കാൻ കുട്ടികളെ അയച്ചാൽ അങ്ങനെ കുറെ നിയമത്തൊക്കെ ഉണ്ട്. കുട്ടികളെ മദ്രസയിൽ അയക്കാനേ ഇന്ന് ചില ആൾക്കൊക്കെ മോനെ BEd BCom SSLC 10 ബെറിയും പരിയും 10 SLM കൂട്ടി പറയാനൊക്കെ ഭയങ്കര ഉഷാറാ. മദ്രസയിൽ എത്രയെന്ന് ചോദിച്ചാല് അല്ല അധികം പള്ളിക്കൽ ഇങ്ങനെ അതിന്റെ ചാരത്തെ കൂടെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉസ്താദിനെ വിളിച്ചിട്ട് 2 ചെറിയ ട്യൂഷൻ കൊടുക്കലുണ്ട്. ഒപ്പിച്ച് തട്ടിവിടാൻ നടക്കണ്ട. മക്കളുടെ ആത്മീയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾക്കറിയോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകനെ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി മാത്രം അയച്ചാൽ അവന്റെ ഉമ്മക്കും വാപ്പക്കും നാളെ ആഖിറത്തിൽ തിളങ്ങുന്ന കിരീടം ധരിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാന ജല്ല ജലാലുഹു. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല. ഖുർആനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി സംസാരിക്കേണ്ട തൗഫീഖ് ഉണ്ടെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് ചർച്ചയാകാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ അയാളെ മോനെ ഖുർആനിന്റെ അർത്ഥമൊന്നും പഠിപ്പിക്കണ്ട, ഖുർആൻ അത് നേരെ പിഴവില്ലാതെ കാണാതെ ഓതാനൊന്ന് പഠിപ്പിച്ചത് ഹാഫിളാക്കാൻ തീരുമാനിച്ചാൽ ആ കുട്ടി ഹാഫിളായി തീരലോടെ അവന്റെ ഉമ്മക്കും വാപ്പക്കും നാളെ മഹ്ശറിൽ തിളങ്ങുന്ന കിരീടം ധരിപ്പിക്കുമെന്ന് മുഹമ്മദിനിൽ മുസ്തഫ. എന്നാ കുട്ടി ഖുർആനും അതിന്റെ അർത്ഥവും ഇസ്ലാമിക ശരീഅത്തും ഒക്കെ കൂടെ പഠിച്ചാലോ അയാൾക്ക് കിട്ടുന്ന നിഅമത്ത് എത്രയാണെന്നറിയോ? വളരെ വലുതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ചില ആൾക്കാർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഈ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് ഭൗതിക വിദ്യാഭ്യാസത്തിന് പോരായ്മ കിട്ടും, ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലേക്ക് പോയാൽ എന്നൊരു ചിന്തയുണ്ട് ചില ആളുകൾക്കൊക്കെ. അപകടമാണ്, തിരുത്തണം നാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലും ഇസ്ലാമിക വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും തമ്മിൽ സംഘട്ടനത്തിൽ പോകുന്ന വിദ്യാഭ്യാസമല്ല. ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടും അതിൽപ്പെട്ടു. കാരണം എന്താ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചെന്താ?
റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ ദുനിയാവിലും എനിക്ക് ഗുണം ചെയ്യണം, ആഖിറത്തിലും ഗുണം ചെയ്യണമെന്നാ. ദുനിയാവിൽ കിട്ടേണ്ട ഇൽമു ദുനിയാവിലും കിട്ടണം, ആഖിറത്തിന് കിട്ടേണ്ട ഇൽമു ആഖിറത്തിലേക്കും കിട്ടണം. അത് മുഅ്മിനിന്റെ ദുആൻ. പക്ഷേ എന്ത് വേണം? ഭൗതികമായ വിദ്യാഭ്യാസം അത് ആഖിറത്തെ നശിപ്പിക്കുന്ന കോലത്തിലാകാൻ പാടില്ല. മൂല്യം നിലനിർത്തുന്ന വിദ്യാഭ്യാസം ഉണ്ടാകണം. ഏത് മേഖലയിലേക്കും നമ്മുടെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരണം. ഡോക്ടർമാരാക്കണം, അഡ്വക്കേറ്റുമാരുടെ തസ്തികയിലേക്ക് വരണം, IAS-ലേക്കും IPS-ലേക്കും വരണം. ചില ആൾക്കൊക്കെ ചിലപ്പോൾ തോന്നുന്നു അഡ്വക്കേറ്റ് ആയാലും അത് പിന്നെ ഒരു ഇടങ്ങേറിന്റെ ഒരു കളി ഉണ്ടാവും. അഡ്വക്കേറ്റ് ആകുക എന്ന പച്ച കള്ളത്തരം പറഞ്ഞ് പൈസ വാങ്ങാന്നുള്ള മാനക്കല്ല. അഡ്വക്കേറ്റിന് പല മാനയുണ്ട്. അതേ സ്ഥാനത്ത് തീരെ നമ്മുടെ കൂട്ടത്തിൽ അഡ്വക്കേറ്റ് ഇല്ലാഞ്ഞാൽ നമുക്കെതിരെ വരുന്നൊരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാനും പഠിക്കാനും പരിഹരിക്കാനും പിന്നെ ആരാണ്ടാകുക? അപ്പൊ ലോ പോയിന്റ്സ് അറിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. അത് ജോലിയായി സേവനമായി അനുഷ്ഠിച്ചെന്തായിക്കൊള്ളുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു വലിയ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അയാൾ എപ്പോഴും പറയും, നിങ്ങൾ എന്ത് കേസായിട്ട് നമ്മളെടുത്ത് വന്നോ ഞങ്ങളുടെ മറുപടി ഒക്കെ വകുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കീശയിലേക്ക് വരാൻ വകുപ്പുണ്ട് എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ ജനാധിപത്യ മതേതരത്വ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നു എന്നിരിക്കെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അധിഷ്ഠിതമായി നിയമങ്ങളെ പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന പരിജ്ഞാനം നമുക്ക് നേടേണ്ടതുണ്ട്. അതിന് പറ്റിയ ടീം അങ്ങനെ വേണം. ഇന്ന് ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ, ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറി കേസുമായിട്ട് പോയ എന്താ അവസ്ഥ? കയറി ചെന്നാ 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ഒന്നിക്കൽ ഉമ്മ മരിക്കും അല്ലെ കുട്ടി മരിക്കും, മുറിച്ചോ പള്ളക്ക് കത്തി വെച്ചോ എന്നാ പിന്നെ ആയി തീർന്നു കഥ. സത്യത്തിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നടക്കണമെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ നമ്മളോട് ഒരു പോസ്റ്റ് ചെയ്യണമെങ്കിൽ മാനേജ്മെന്റ് ഭാഗത്തുണ്ടാകുന്ന പലപ്പോഴും ഉണ്ടാകുന്ന കണ്ടീഷൻ തന്നെ ഡെലിവറി കേസിൽ ഇത്ര ശതമാനം അത് സിസേറിയൻ ആയിരിക്കണം എന്നതാണ്. എന്നാലേ എന്താവുള്ളൂ, ഈ ഫിറ്റാക്കിയ മിഷനിലും പൈസ കിട്ടൂ, അല്ലാണ്ട് ഇതെല്ലാം വെറുതെ ഇങ്ങനെ പൊട്ടന്മാരായി പോവില്ലേ? പക്ഷേ നമുക്ക് അതിനെ എറ്റേക്ക് ചെയ്യാനുള്ള ആത്മാർത്ഥമായ ധൈര്യം വേണം. വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല വനിതാ ഡോക്ടർമാർ നമ്മിലേക്ക് വരണം. അൽഹംദുലില്ലാ, ഈ വിനീതൻ പ്രവർത്തിക്കുന്ന നമ്മുടെ എളിയ സ്ഥാപനത്തിൽ ഇന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ SLC പാസ്സായി നല്ല ഗ്രേഡോയിൽ പുറത്തു പോയിരിക്കുന്ന പെൺകുട്ടികളിൽ ഇപ്പോൾ അൽഹംദുലില്ലാ വലിയൊരു വിഭാഗം MBBS-നും BDS-നും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തികഞ്ഞ ഇസ്ലാമിക അച്ചടക്കത്തോടുകൂടെ, തികഞ്ഞ ഇസ്ലാമിക ബോധത്തോടുകൂടെ. ഞാനൊരു പ്രാവശ്യം മംഗലാപുരം മേരപ്പയ്യ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഒരു പ്രഭാഷണത്തിന് പോയപ്പോ അവിടെയുള്ള കുറെ MBBS-ന് പഠിക്കുന്ന ഡോക്ടേഴ്സിന് ഞാനൊരു ക്ലാസ് അപ്പൊ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൗഹാർദ്ദപരമായ ചർച്ച നടത്തുന്നതിനോട് പറഞ്ഞു, നിങ്ങളെ മജ്‌ലിസിൽ നിന്ന് വന്ന കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അവര് നല്ല അച്ചടക്കാണ്, ഞങ്ങളെ മാതിരി അങ്ങോട്ട് വലിയ ജോളിമെന്റൊന്നുമില്ല, എന്തിനൊരു വല്ലാത്തൊരു ഭയത്തോടു കൂടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി പോയി. ആത്മീയമായ ഒരു പരിജ്ഞാനത്തോടുകൂടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോ അതിന്റെ മൂല്യം അവർ നിലനിർത്തി സേവനം ചെയ്യും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഉയർന്ന നിലവാരമുള്ള ദീനിനും മുഅ്മിനീങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തരുമാറാകട്ടെ. മക്കൾക്കുള്ള ആത്മീയ വിദ്യാഭ്യാസം അത് നമ്മൾ നന്നായി എന്താകണം, പഠിപ്പിക്കണം. നമ്മൾ നന്നാകണമെന്ന ചിന്ത നമ്മുടെ കൽബിൽ വേണം. പക്ഷെ പലപ്പോഴും നമ്മളെ പറ്റിയ മക്കളെ ചിന്ത എന്താ, ഞാനേതായാലും ഇങ്ങനെയായി, ഇനി താടി മീശെല്ലാം നേരത്തെ അങ്ങനെ അസ്രായേൽ വരുമ്പോ അങ്ങ് പോവുക, ബാക്കിയുള്ള എന്റെ ഭാവി തലമുറയെങ്കിലും എന്തായി കിട്ടട്ടെ, ഒന്ന് നന്നായി കിട്ടട്ടെ. അവിടെ നിന്ന് മാറണം. നമ്മൾ നിലവാരം പുലർത്തി ജീവിക്കേണ്ടവരാണ്. നമ്മെപ്പറ്റി വിശുദ്ധ ഖുർആൻ ഒരു വലിയ പ്രയോഗം നടത്തിയിട്ടുണ്ട്. നാം ശ്രദ്ധിക്കണം. ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അധിപനായ റബ്ബ് നമ്മെപ്പറ്റി വളരെ വിലപ്പെട്ട ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. എന്താ? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അല്ലാഹു ഭൂമിയിൽ പടച്ചു വിട്ടിരിക്കുന്ന സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഉത്തമ സമുദായം എന്നാണ് ഉമ്മത്ത് മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ സമുദായത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയും സമൂഹത്തിന്റെ ഉത്തേജനത്തിന് വേണ്ടിയും ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയും നിരവധി നിർണായകമായ പ്രവർത്തനങ്ങളുടെ പങ്കാളിത്തം വഹിച്ച ഖൈരിയത്തിന്റെ അഹ്ലുകാരായി ജീവിക്കേണ്ടവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം. അറിയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവിൽ മാത്രമല്ല നമ്മുടെ ബാധ്യത, റസൂലുള്ളാഹിന്റെ സമുദായമായ നമുക്ക് ആഖിറത്തിലും ഒരുപാട് ബാധ്യത നിർവഹിക്കാനുണ്ട്. ഞാൻ ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ലോകത്ത് വലിയ സാഹസം സഹിച്ചൊരു പ്രവാചകനുണ്ട്, മഹാനായ
നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം വആസ യദ്ഉ ബിആയാതിൻ മുബയ്യിനതിൻ ഫീ ഖൗമിഹി അൽഫാ മിൻ ഗൈറ 50. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഈ സമുദായത്തിൽ ധർമ്മത്തിന്റെ വിപ്ലവം നടത്തി എത്ര കാലാന്നറിയോ? അതിന്റെ പ്രബോധനം നടത്തിയത് 950 വർഷക്കാലം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു നബി ഒരു സമുദായത്തെ ഇസ്ലാമിലേക്ക് ധർമ്മത്തിലേക്ക് ദഅവത്ത് ചെയ്യുന്ന ക്ഷണിക്കുന്ന എത്ര കൊല്ല? 900 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യനായ നമ്മളെ നന്നാക്കാനുള്ള പ്രയാസം പോലെ ലോകത്തൊരു സാധനത്തെ നന്നാക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാണ്. ഞാനിപ്പം പ്രസംഗിക്കുന്നു, ഈ മൈക്കിന് വല്ല തകരാറും തന്നാൽ അതൊക്കെ കമ്പനിക്കാരൻ്റെ അടുത്ത് കൊടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് സംഗതി ക്ലിയർ ചെയ്തിട്ട് അരമണിക്കൂർ ക്ലിയർ ആക്കിയിട്ട് വരും. എന്നാ പ്രസംഗിക്കുന്ന നമ്മളെ സ്വഭാവം നന്നായി കിട്ടണ്ടെങ്കിൽ 100 കൊല്ലം മെനക്കാട്ടാ ശരിയാവില്ല അല്ലേ? എത്ര കാലമായി വേളക്കാൻ തുടങ്ങിയിട്ട്? എത്ര പേര് നിൽക്കാരൻ തുടങ്ങി? എത്ര കാലമായി പ്രസംഗം കേട്ടാൻ തുടങ്ങിയിട്ട്? ആരുണ്ട് റമദാനിൽ നോമ്പൊഴിക്കാത്തവർ? എത്ര കാലമായി വാഴ്ന്നു വെക്കാൻ തുടങ്ങിയിട്ട്? എത്ര പേരുണ്ട് ഖുർആൻ ഓതുന്നവർ? എത്ര കാലമായി ക്ലാസുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്? എത്ര പേരുണ്ട് സ്വലാത്ത് ചൊല്ലുന്നവർ? നമ്മുടെ സ്വന്തം ശരീരത്തോടൊന്ന് ചോദിക്കുക. നമുക്ക് തന്നെ നാം ആൻസർ തരുന്നു, ഞാൻ നന്നാകാൻ കുറെ കഷ്ടപ്പാടുള്ളൊരു സാധനമാണ് എന്നാ. അതുകൊണ്ട് ആ മനുഷ്യൻ അവന്റെ ശരീരത്തോട് നടത്തുന്ന വിപ്ലവത്തിന് റസൂലുള്ളാഹി കൊടുത്ത പേരെന്താണെന്നറിയോ? ജിഹാദുൻ അക്ബർ. ഏറ്റവും വലിയ യുദ്ധം ഒരു മനുഷ്യൻ നടത്തേണ്ടത് ആരോടാണ്? അവന്റെ സ്വന്തം ശരീരത്തോടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ഇസ്ലാമിക പ്രബോധനം നടത്തി. എന്നാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പക്ഷത്തേക്ക് കിട്ടിയ ആളെത്രയാണെന്നറിയോ? 950 കൊല്ലം ദീനീ ദഅവത്ത് നടത്തിയിട്ട് ആകെ നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അംഗീകാരം സമർപ്പിച്ചത് 100-ൽ താഴെ ആളുകളാണ്. ചരിത്ര പണ്ഡിതന്മാർക്കിടയിലും മുഫസ്സിരീങ്ങൾക്കിടയിലുള്ള ഭിന്നാഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചാൽ 50-ന്റെയും 100-ന്റെയും ഇടയിലുള്ള ആളുകളെ മാത്രമേ എന്താക്കിയിട്ടുള്ളൂ? നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. 950 കൊല്ലം അധ്വാനിച്ചിട്ട് 50 ആളെ നന്നാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര കടുപ്പമുള്ള സാധനമാണ്. നമ്മളെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചോളി. ഇരിക്കട്ടെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നാളെ ആഖിറത്തിൽ ആദ്യമായി കണക്ക് ചോദ്യം നടത്തുന്നത് ആരെയാണെന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിനെയാണ് ആദ്യം മഹ്ശറയിൽ ഹിസാബിന് കൊണ്ടുവരിക. കാരണം മൂപ്പര് സഹിച്ച കഷ്ടപ്പാട് അത്രയും വലുതാ. 950 കൊല്ലം അധ്വാനിച്ചതല്ലേ. മഹ്ശറയിലും ആ ഒരു കഷ്ടപ്പാട് നൂഹ് നബിക്ക് വേണ്ട എന്നുള്ള തീരുമാനിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിനെയാണ് ആദ്യമായി ഹിസാബിന് വേണ്ടി കൊണ്ടുവരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ ചോദ്യം, അല്ല നൂഹ് നബിയെ, അങ്ങയെ ഞാൻ പ്രവാചകനായി നിയോഗിച്ചല്ലോ, അങ്ങയുടെ പ്രിയപ്പെട്ട സമുദായത്തിൽ അങ്ങ് പ്രബോധന ദൗത്യം നിർവഹിച്ചിട്ടുണ്ടോ? ദഅവത്ത് നടത്തിയിട്ടുണ്ടോ? അതാ ചോദ്യം. ദഅവത്തിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പൊ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രവർത്തക സംഗമത്തിൽ പറ്റുമെങ്കിൽ നമുക്ക് ആ വിഷയത്തെ പറ്റിയുള്ള ചർച്ച നടക്കാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിന് പ്രബോധനം നിർവഹിച്ചിട്ടുണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, നഅം യാ റബ്ബ്, അതേ പടച്ചോനെ, നീ എന്നെ നിയോഗിച്ച ഉത്തരവാദിത്വം ഞാനത് കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ട് റബ്ബേ. സുബ്ഹാന ജല്ലാലുഹു. നൂഹ് നബി അലൈഹിസ്സലാം ഇതങ്ങ് പറയുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, യാ റബ്ബ്, ഓ പടച്ച റബ്ബേ, ഈ മനുഷ്യൻ പച്ചക്കള്ളം പറയുകയാണ് കേട്ടോ. ആരെപ്പറ്റി പറയുന്നത്? 950 കൊല്ലം ആ സമുദായത്തെ സമുദ്ധരിക്കാൻ വേണ്ടി മുഴുവൻ ത്യാഗങ്ങളും സമർപ്പിച്ച നൂഹ് നബിയുടെ മുഖത്ത് നോക്കിയിട്ടാ പറയുന്നത്, പടച്ചോനെ, ഈ മനുഷ്യൻ പച്ചക്കള്ളം പറയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനായ നമ്മളെപ്പോലെ കള്ളത്തരം പറയാൻ ആ വിഷയത്തിൽ അവാർഡ് കിട്ടുന്ന ടീം വേറൊന്നുണ്ടാവൂല. കുടുങ്ങിയെടുത്ത് പച്ചക്കള്ളത്തരം പറയും. എത്ര ഉപകാരം ചെയ്താലും ഒറ്റയടിക്കത് അങ്ങോട്ട് നിഷേധിക്കും അല്ലേ? ഒരൊറ്റയടിക്ക് നിഷേധിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഒന്നും ഞെട്ടി, പടച്ചോനെ, 950 കൊല്ലക്കാലം ഈ ഉമ്മത്തിന് വേണ്ടി ഞാൻ എത്രയാണ് ത്യാഗം സഹിച്ചത്. എന്റെ റബ്ബിന്റെ കോടതിയിൽ ആ അധിപനായ റബ്ബിന്റെ മുന്നിലല്ലേ ഈ വർഗം എന്നെ വഷളാക്കുന്നത്? ഞാൻ കള്ളനാണെന്നല്ല പറയുന്നത്. അല്ലാഹു നീതിമാനാണ്. നീതിക്കെതിരെ റബ്ബിനൊന്ന് ചെയ്തുകൂടാ. നൂഹ് നബി അലൈഹിസ്സലാം ഇപ്പോൾ ഇവിടെ പ്രതിക്കൂട്ടിലാണ്.
നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം വാദികളാണ്. ഒരു കേസിൽ വാദിയും പ്രതിയുണ്ടായാൽ കേസ് തെളിയിക്കാൻ ഷഹാദത്ത് വേണം, സാക്ഷി വേണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അല്ല നൂഹ് നബിയേ, നിങ്ങൾ ദഅവത്ത് നടത്തിയെന്ന് ഈ സമുദായം നിങ്ങൾ പറയുന്നു, ഈ ഉമ്മത്ത് പറയുന്നു അങ്ങനെ ഒരു വിഷയം നടന്നിട്ടില്ല. നിങ്ങൾക്ക് സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഹബീബിന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നേരെ ചിന്തിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിന് അനുകൂലമായി സാക്ഷി പറയാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്റെ സമുദായമായിരിക്കും കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി നൂഹ് നബി അലൈഹിസ്സലാമിന് അനുകൂലമായി അവിടെ സാക്ഷി പറയാൻ ചാടി എഴുന്നേൽക്കുന്ന ആരാ? ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പ്രഗൽഭന്മാർ എഴുന്നേറ്റ് പറയുന്നു, ഓ പടച്ചോനെ, നൂഹ് നബി അലൈഹിസ്സലാം ഈ സമുദായത്തിൽ പ്രബോധനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് സാക്ഷി ഞങ്ങളുണ്ട് കേട്ടോ. നൂഹ് നബിന്റെ ഉമ്മത്ത് വിടുന്നില്ല. പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ, നേരത്തെ ഇമ്മനുഷ്യൻ പറഞ്ഞത് ഒരു കള്ളത്തരം, ഈ കൗമ് പറഞ്ഞത് പെരും കള്ളത്തരാണ് എന്ന്. എന്തേന്ന് വെച്ചു, ഇവര് നൂഹ് നബിനെ കണ്ടിട്ടില്ല, നൂഹ് നബിന്റെ സമുദായമായ ഞങ്ങളെയും കണ്ടിട്ടില്ല. ജീവിതത്തിൽ എത്രയോ പിന്നീടാണ് ഇവർ ജനിച്ചത്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലേ, എത്രയോ കൊല്ലം കഴിഞ്ഞാൽ പിറകെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ജനിച്ചത്. ഞങ്ങളെ കാണാത്ത ഒരാളെങ്ങനെയാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുക? തികച്ചും നീതിപൂർണമായൊരു ചോദ്യമാണല്ലേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിന് സാക്ഷി പറയാൻ എഴുന്നേറ്റ് എന്റെ സമുദായം അവിടെ മറുപടി പറയുകയാണോ? എന്താ മറുപടി എന്നറിയോ? റബ്ബേ, ഞങ്ങൾ വെറുതെ സാക്ഷി പറയുന്നതല്ല, ഞങ്ങൾ വെറുതെ സാക്ഷി പറയുന്നതല്ല, ഞങ്ങളുടെ കയ്യിൽ സാക്ഷിപത്രമുണ്ട്. ഏതാ സാക്ഷിപത്രം? കലാമുല്ലാഹി ഖുർആൻ, നിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, അത് ഞങ്ങളുടെ കയ്യിൽ ഇതാ തെളിവാണ് റബ്ബേ. ഈ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂഹ് എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. ഈ സൂറത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി നിന്റെ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ആ നൂഹ് നബി പ്രവാചകനായി വന്നു എന്നുള്ളതും അവിടുത്തെ സമുദായത്തിൽ ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചു എന്നുള്ളതും ഈ ഉമ്മത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ അവഗണിച്ചു എന്നുള്ളതും വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ നൂഹ് നബി അലൈഹിസ്സലാമിനെ അനുസരിച്ചിട്ടുള്ളൂ എന്നുള്ളത് നിന്റെ കലാമാകുന്ന ഖുർആനിലൂടെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റബ്ബേ. നിന്റെ ഖുർആൻ സത്യമല്ലേ? ഖുർആനാണ് സാക്ഷിപത്രം കേട്ടോ. ഇതങ്ങ് പറഞ്ഞു തീരുമ്പോഴേക്ക് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ എതിർപക്ഷത്തു നിന്ന സമുദായം പൊട്ടിക്കരഞ്ഞ് തലതാഴ്ത്തി പരാജയം സമ്മതിച്ചിരിക്കേണ്ടി വരുമെന്ന് മഹാനായ നബി മുഹമ്മദിനിൽ മുസ്തഫ. ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. നാം മോശക്കാരായേണ്ടവരല്ല, ടിവിയുടെ മുന്നിൽ ആയുസ് കൊന്നു തീർക്കേണ്ടവരല്ല, അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികളെ ക്യാമറയിൽ പകർത്തിയിട്ട് ചിരിച്ച് കളിച്ചിട്ട് ആർത്തട്ടഹസിച്ച് ജീവിതം നശിപ്പിക്കേണ്ടവരല്ല, എവിടെയെങ്കിലും പോയിരുന്ന് ഫിത്നയും ഫസാദും ഗീബത്തും പറഞ്ഞിട്ട് ആയുസ് കൊന്നു തീർക്കേണ്ടവരല്ല. ഞാൻ മുഹമ്മദ് നബിയുടെ അനുയായിയാണ്. എനിക്ക് എന്റെ റബ്ബ് തന്നൊരു നിലവാരമുണ്ട്, എന്റെ റബ്ബ് എനിക്ക് തന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ജീവിക്കേണ്ടവനെ ഞാൻ കൃത്യമായി നിസ്കരിക്കേണ്ടതുണ്ട്. ഹറാമിലേക്ക് എനിക്ക് പോയിക്കൂടാ, തെറ്റുകളിലേക്ക് എനിക്ക് പോയിക്കൂടാ, വേണ്ടാ തരത്തിലേക്ക് ചിന്തിച്ചുകൂടാ. ഈ ഒരു ചിന്ത നമ്മുടെ കൽബിലുണ്ടാകണമെന്ന് ഞാൻ ഇടയിൽ അങ്ങ് ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ നമ്മുടെ കരങ്ങളിൽ വേണ്ടാത്തരം സംഭവിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട് അള്ളാന്റെ ഹബീബിനാണ് കേട്ടോ. അതിന്റെ കുറ്റം ഏറ്റുവാങ്ങുക, അഥവാ നമ്മുടെ കയ്യിൽ കാണുന്ന തെറ്റിനെ പുറത്തുള്ള സമൂഹം അതിനെ പിടിചാരുക റസൂലുള്ളാഹിയിലേക്കാണ്. മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്ത് മുസ്ലിമീങ്ങൾ എന്ന് ചോദിക്കുന്ന പരിതാപകരമായൊരവസ്ഥ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, മാറി നിന്നുകൊണ്ട് ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരെ, എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഇന്നു മുതൽ നമുക്ക് മനസ്സിലൊരു തീരുമാനം വേണം. ഞാൻ മോശക്കാരനായി ജീവിക്കേണ്ടവൻ അല്ല, ഞാൻ ഹബീബിന്റെ അനുയായിയായി ജീവിക്കേണ്ടവനാണ്. എന്റെ ഹബീബിന്റെ പേരിന് കോട്ടം തട്ടിക്കാതെ ജീവിക്കേണ്ടവനാണ്. ആ ഒരു ചിന്തയോടെ നിലവാരമുള്ളൊരു ജീവിതം നയിക്കാൻ ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യണമെന്ന് ഞാൻ എന്റെ ശരീരത്തോട് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് കൂടെ അതിൽ സഹകരിക്കാം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതേ, ലോകം മുഴുവനും ജീവികളും നിർജീവികളും മനുഷ്യരും മലക്കും ജിന്നും എല്ലാം ഒന്നിച്ചനുമതി സമ്മതിക്കുന്ന, ആർക്കും പരിചയമില്ലെന്ന് പറഞ്ഞ് തള്ളിമാറ്റാൻ കഴിയാത്ത രീതിയിൽ സർവസത്തിനും റബ്ബ് പരിചയപ്പെടുത്തിയ മഹാനായ നബി മുഹമ്മദുൽ മുസ്തഫ, ആ ഹബീബായ തങ്ങളുടെ ആ ബഹുമാനം ചിലയാൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും. അത് ജീവിതകാലത്ത് റസൂലുള്ളാഹി അങ്ങനെ ബഹുമാനിക്കാന്നല്ലാണ്ട് ഇപ്പൊ റസൂലുള്ളാഹി മരിച്ച് ഖബറിലായില്ലേ, ഇനി എന്ത് നോക്കാനെന്നൊരു തോന്നലല്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ബഹുമാനത്തിന്, ആ ഹബീബിനോടുണ്ടാകേണ്ടുന്ന സ്നേഹത്തിന് ജീവിതം അല്ലെങ്കിൽ ജീവിതം എന്നോ അല്ലെങ്കിൽ മരണമെന്നോ ഉള്ളൊരു വ്യത്യാസം ഒരിക്കലും ഒരു മുസ്ലിമിന്റെ കൽബിൽ തോന്നാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനുണ്ട്, മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തിയ വലിയ മഹാനായ ഒരു പണ്ഡിതൻ. അതേ, ഭൂമിയിലുള്ള വലിയ സ്വർഗമെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ച ജന്നത്തുൽ ബഖീയിൽ കിടക്കുന്ന പ്രഗൽഭനായ പണ്ഡിതൻ ഇമാമുൽ മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുമ്പ്, അബൂ ഹനീഫത്തുൽ ഖുഫി റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുമ്പ് ആദ്യമായി ലോകത്തെ ഹദീസിന്റെ ഗ്രന്ഥം ക്രോഡീകരിച്ച മഹാനായ ഇമാമുൽ മാലിക് റളിയല്ലാഹു അൻഹു. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. അറിയോ? ആ മാലിക് ഇമാമിന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫ് ജന്നത്തുൽ ബഖീയിലാണ്. പഴയ ജന്നത്തുൽ ബഖീയിൽ അവിടെയുള്ള മുഴുവൻ മഹാന്മാരുടെ ഖബറുകളുടെ മുകളിലും പ്രത്യേകമായ ചുവരുകളും ചെറിയ കുബ്ബകളും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അതെല്ലാം തകർക്കപ്പെട്ടു പോയതാണ്. ഇരിക്കട്ടെ, ആ മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ ദർസ് നടത്തുന്ന സമയം, അന്ന് അവിടുത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ശിഷ്യനുണ്ട്. ആരാണെന്നറിയോ? ഇമാമുൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അന്ന് മാലിക് ഇമാമിന്റെ ദർസിൽ ഓതുന്ന മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ശിഷ്യനായിരുന്നു. പക്ഷേ ഷാഫി ഇമാം അപാര ബുദ്ധിയാണ്, വല്ലാത്ത ഗ്രാഹ്യശക്തി. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓതിക്കൊണ്ടിരിക്കുമ്പോ ഷാഫി ഇമാമിന്റെ ബുദ്ധിശേഷിയിലും ഗ്രാഹ്യശേഷിയിലും അവിടത്തെ പ്രത്യേകമായ ആകർഷണീയതയിലൊക്കെ മാലിക് ഇമാമിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് വലിയ സ്നേഹമായിരുന്നു മാലിക് ഇമാമിന്. പക്ഷെ ഉസ്താദ് എന്ന രീതിയിൽ ഒരാളോട് കൂടുതൽ സ്നേഹം മറ്റൊരാളെക്കാൾ കൂടുതൽ പ്രകടിപ്പിക്കാൻ പറ്റൂലല്ലോ പരസ്യമായിട്ട്. അത് സ്വാഭാവികമായും ഒരു ഫിത്നയുടെ സബബാകും. ഇമാം മാലിക് റളിയല്ലാഹു സ്നേഹിച്ചു. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഒരു വേള വല്ലാത്തൊരാഗ്രഹം, തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഒന്ന് വീട്ടിലേക്ക് ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിക്കണം. അങ്ങനെയാ, കുട്ടികൾ നന്നായ ചിലപ്പോൾ ഉസ്താദിനും വലിയ സ്നേഹമൊക്കെ ഉണ്ടാവും. അത് ഉസ്താദിനെക്കാളും വലിയ ആൾ കുട്ടികളായതുകൊണ്ടല്ല. അങ്ങനെ ചില ആളൊക്കെ തെറ്റിദ്ധരിക്കും. ഉസ്താദിനെക്കാളും വലിയ പേരും പ്രശസ്തിയും ചില ശിഷ്യന്മാർക്കൊക്കെ കാണുമ്പോ അത് തിരിച്ചിങ്ങോട്ട് ഭരിക്കാൻ അടുത്തൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്ന ആളൊക്കെ ഉണ്ടാകും. അതൊക്കെ വെറുതെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ഉണ്ടാക്കുന്ന കുറെ ധാരണ പിശകുകൾ മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തെരുമാറാകട്ടെ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഷാഫി ഇമാമിനോട് വല്ലാത്തൊരു സ്നേഹം. ഒരു ദിവസം വളരെ രഹസ്യമായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചു വീട്ടിലേക്ക്. നേരെ കേട്ടോ, ഷാഫി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. പക്ഷേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എപ്പോഴും ചിന്തിപ്പിക്കുന്ന രണ്ട് വിഷയമുണ്ട്. എന്താ രണ്ട് വിഷയം എന്നറിയോ? മാലിക് ഇമാം അവിടെ നിന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്ന് മസ്ജിദുൻ നബവിയിലേക്ക് വരുമ്പോ
ജീവിതത്തിൽ ചെരുപ്പ് ചവിട്ടി നടക്കുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി താമസിക്കുന്ന വീട്ടിൽ നിന്ന് മസ്ജിദുൻ നബവിയിലേക്ക് ദർസ് നടത്താൻ വേണ്ടി വരുമ്പോ ചെരുപ്പ് ചവിട്ടാതെയാണ് എപ്പോഴും നടക്കുന്നത്. ഷാഫി ഇമാം മനസ്സിലാക്കി ദാരിദ്ര്യം കൊണ്ടായിരിക്കും, പ്രയാസം കൊണ്ടായിരിക്കും. രണ്ടാമത്തതോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഏത് ചുട്ടുപഴുത്ത വെയിലിലായാലും മഴയിലായാലും തണുപ്പിലായാലും മദീനയിലൂടെ നടന്നിട്ടല്ലാതെ ഒരു വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ഉസ്താദിന്റെ ദാരിദ്ര്യം കൊണ്ടാണ്. ഈ ചിന്ത മനസ്സിലുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ സൽക്കാരം സ്വീകരിച്ച് വളരെ രഹസ്യമായി അന്നത്തെ ദിവസം വൈകുന്നേരം ഉസ്താദിന്റെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി പോയി. വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ ഞെട്ടിക്കുന്ന രംഗ കാണുന്നത്. ഒന്നാം തരം ഉശിരൻ നല്ല കൽപ്പുള്ളൊരു കുതിര വീട്ടിന്റെ മുറ്റത്ത്, നേരെ അപ്പുറത്ത് നല്ല അടിപൊളി ചെരുപ്പും ഒക്കെ ഉണ്ട്. ഷാഫി റളിയല്ലാഹു അൻഹു ഞെട്ടി. എന്തേ ഇത്? ഇത്ര നല്ലൊരു വാഹനം ഉണ്ടായിട്ട് എന്തേ ഉപയോഗപ്പെടുത്താത്തത്? ഇത്ര നല്ല ചെരുപ്പുണ്ടായിട്ട് എന്തേ ചവിട്ടാത്തത്? ഹബീബിന്റെ സുന്നത്തല്ലേ ചെരുപ്പ് ധരിക്കൽ? ഇരിക്കട്ടെ, മഹാനായ ഷാഫി റളിയല്ലാഹു അൻഹു ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. മാലിക് ഇമാമിനോടൊന്നിച്ചിരുന്ന് ചായ കഴിക്കുമ്പോ ഷാഫി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉസ്താദേ ഒരു ചെറിയൊരു സംശയമുണ്ട്, ഒരു കൺഫ്യൂഷൻ തീർത്തോട്ടെ. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തേ മോനെ, ചോദിച്ചോ, പറയാം. ആ സമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് മറ്റൊന്നുമല്ല, ഉസ്താദേ, ഞാൻ ഉസ്താദിന്റെ ഓതാൻ തുടങ്ങി അന്നത്തെ ദിവസം മുതൽ ഇന്നത്തെ ദിവസം വരെ ഇതുവരെ പള്ളിയിലേക്ക് വരുമ്പോ ഉസ്താദ് കാലിൽ ചെരുപ്പ് ചവിട്ടിയത് ഞാൻ കണ്ടിട്ടില്ല. ശക്തമായ മണൽ ചുട്ടുപഴുത്ത ചൂട്ടിലും അങ്ങ് ചെരുപ്പ് ചവിട്ടാതെയാണല്ലോ മദീനയിലൂടെ നടക്കുന്നത് ഞങ്ങൾ കണ്ടത്. ഞാൻ കരുതി ദാരിദ്ര്യം കൊണ്ടെന്നാണ്, പക്ഷേ നല്ല ചെരുപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഇതുവരെ അങ്ങൊരു വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കരുതിയത് വാഹനമില്ലാത്തത് കൊണ്ടാണെന്നാണ്, പക്ഷേ നല്ല വാഹനം ഇവിടെ കാണുന്നുണ്ടല്ലോ. എന്തേ ഉസ്താദ് ഇത് ഈ രീതിയിൽ ഈ ഒരു ചര്യ ഒഴിവാക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുന്നു. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, മോനെ ശാഫിഈ, നീ ആരോടാണ് ചോദിച്ചത് മോനെ? എന്താണ് ചോദിച്ചത് മോനെ? മദീനയിലൂടെ ഈ വിനീതനായ മാലിക് ചെരുപ്പ് ചവിട്ടി നടക്കാനോ ധൈര്യമില്ല മോനെ. വിശ്വാസി സമൂഹം അവരുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാൾ ഏറ്റെടുത്ത് സ്നേഹിക്കേണ്ടുന്ന ബഹുമാനിക്കേണ്ടുന്ന ലോകത്തിന്റെ നേതാവ് ശഫീഉൽ മുദ്നിബീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബായ നേതാവിന്റെ പരിശുദ്ധമായ ബർക്കത്തുള്ള ശരീരം കിടക്കുന്ന മണ്ണല്ല മോനെ. എന്റെ ഹബീബിന്റെ മേനി തട്ടിക്കിടക്കുന്ന മണ്ണ്, ഇത് റബ്ബിന്റെ ബർക്കത്തിറങ്ങുന്ന മണ്ണാണ് മോനെ. ഹബീബിന്റെ കാരണം കൊണ്ട് പടച്ച റബ്ബിന്റെ ബർക്കത്തിറങ്ങുന്ന മദീനയുടെ മണ്ണിൽ ചെരുപ്പ് ചവിട്ടി നടക്കാൻ എനിക്ക് ധൈര്യമില്ല മോനെ. ഈ വിനീതനായ എന്നെ വഹിച്ച ഒരു വാഹനത്തിന്റെ കുളമ്പ് കൊണ്ട് ചവിട്ടിക്കാൽ എന്റെ മനസ്സിന് ധൈര്യമില്ല മോനെ. കാശില്ലാത്തത് കൊണ്ടല്ല, മൃഗമില്ലാത്തത് കൊണ്ടല്ല, ചെരുപ്പില്ലാത്തത് കൊണ്ടല്ല, എന്റെ ഹബീബിനോടുള്ള ബഹുമാനമാണ്. ആ ഹബീബ് കിടക്കുന്ന മദീനയോടുള്ള ബഹുമാനമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നു.
ഓ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, എന്റെ മാന്യ സഹോദരീ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തുള്ള ശരീരം തട്ടിക്കിടക്കുന്ന മണ്ണിനെ പോലും ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്. ആ മദീനയിൽ ഇന്നും പോകുന്നവരല്ലേ നമ്മൾ? പരിശുദ്ധമായ ഹജ്ജ് ഉംറയുടെ യാത്രയിൽ മദീനയിൽ ചെന്ന് സിയാറത്ത് ചെയ്യാറില്ലേ? ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. പല ആളുകളും നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ കീഴിൽ ഈ അടുത്തായി ഉംറ യാത്രയൊക്കെ ഉദ്ദേശിച്ചവരുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ യാത്രകളൊക്കെ സന്തോഷകരമാക്കണേ റഹ്മാനേ. മർദിയായ സിയാറത്തും അതുപോലെ തന്നെ മഖബൂലായിരിക്കുന്ന ഉംറയുമൊക്കെ നിർവഹിച്ച് സന്തോഷത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് അവർക്ക് നീ നൽകണം റഹ്മാനേ. ആ ഹബീബ് കിടക്കുന്ന മദീനയിൽ ചെന്നിട്ട് ഇപ്പോഴും അദബ് കേട് കാണിക്കുന്നവരുണ്ട് കേട്ടോ. ചിരിയും കളിയും തമാശയും അതേ ക്യാമറയും ഫോട്ടോയുമൊക്കെയായി നടക്കുന്നവർ ഒരിക്കലും പറ്റൂല മക്കളെ. വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു കൊള്ളണം കേട്ടോ. മദീനയോട് അനാദരവ് വന്നു പോയാൽ ആഖിബത്ത് നഷ്ടമാൽ. മഹാന്മാരായ പൂർവീകരായ പ്രവാചക പ്രേമികൾ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നല്ല ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ആ ഹബീബായ തങ്ങൾ കിടക്കുന്ന മദീനയെ പോലും ബഹുമാനിക്കണം. അതാണ് വിശ്വാസത്തിന്റെ ഭാഗം. കാരണം മദീനയുടെ മണ്ണ് വലിയ ബർക്കത്തുള്ള മണ്ണാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും പൊട്ടിക്കരഞ്ഞ് പൊറുപ്പിക്കാൻ പറ്റിയ ബർക്കത്തുള്ള സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മദീനയാണ് കേട്ടോ. ഏറ്റവും വലിയ ബറക്കത്തുള്ള സ്ഥലം മദീന തന്നെയാണ് കേട്ടോ. ഞാൻ ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അധിപനായ റബ്ബേ, ഈ സദസ്സ് ഞങ്ങൾക്ക് നീ ഇജാബത്തുള്ള സദസ്സാക്കി തരണം റബ്ബേ. അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഭൗതിക ശരീരം മദീന മുനവ്വറയിൽ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ അകത്താണെന്ന് മനസ്സിലാക്കി അവഗണിക്കുന്നൊരു ചിന്ത വേണ്ട കേട്ടോ. ഭൂമിക്ക് മുകളിൽ ആ ഹബീബ് ജീവിച്ചപ്പോ അതിൽ മനുഷ്യരിൽ അള്ളാഹു കണക്കാക്കിയ ഖൈറുകൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഇന്നും ഖബറിൽ കിടന്ന് ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്യാൻ ഹബീബ് തയ്യാറാണ് കേട്ടോ. തർക്കമില്ലാതെ മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ചു പോന്ന സത്യമാണ് വിശുദ്ധ ഖുർആനിന്റെ നസ്വാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പക്ഷത്തു നിന്ന് ജീവിച്ച രണ്ട് ടീമുണ്ട്. ഒരു വിഭാഗം സ്വഹാബത്ത്, വേറൊരു വിഭാഗം ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീമുണ്ട്. ഓല പേരാ മുനാഫിഖ്. അത് കണ്ടാ തിരിയാൻ കുറച്ച് പണിയാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ അവർ ജീവിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് തലയെ കെട്ടിയതുപോലെ തലയെ കെട്ടുണ്ട്, സ്വഹാബത്തിന്റെ താടി പോലത്തെ താടിയുണ്ട്, അതേ നല്ല വയല് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. യുദ്ധരണാങ്കണത്തിൽ പോലും ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട് സഹാബത്ത്. ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായ മുനാഫിക്കുകളും പങ്കെടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ പോലോത്ത അങ്ങനത്തെ കുറെ ടീമുകളുണ്ട്. അവരെ പണി എന്താണെന്നറിയോ? ഞങ്ങളുടെ കയ്യിലാണ് ഒറിജിനൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഒക്കെ കൂടി നടക്കും. എന്നിട്ട് ഇടക്കിടക്ക് ഖുർആൻ ക്ലാസ് വെച്ചിട്ട് ഒരു തൊരപ്പം പണി ഇങ്ങനെ എടുക്കും. അത് അബ്ബല പണി. അത് വളരെ പ്രസക്തമായ ന്യായങ്ങളൊക്കെ പറയാം. കേൾക്കുന്നവൻ ഒറ്റയടിക്കങ്ങ് ചിന്തിച്ചു. ഒരു വേള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരിക. തിരിച്ചു വരുന്ന സമയത്ത് വെടിയിൽ ഒരു സ്ഥലത്ത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ടെന്റൊക്കെ അടിച്ച് മൃഗങ്ങളെയൊക്കെ ഒരു ഭാഗത്ത് കെട്ടി ഒന്ന് വിശ്രമിച്ചു. സുബ്ഹാന ജല്ല ജലാലു, ഒരു ശക്തമായ കാറ്റങ്ങടിച്ചു, ഒരു വല്ലാത്ത കൊടുങ്കാറ്റ്. ആ കാറ്റിൽ ടെന്റുകളൊക്കെ പലതും പാറി, ബന്ധിച്ച കടിഞ്ഞാനിട്ട് കെട്ടിയ മൃഗങ്ങൾ പലതും അത് കടിഞ്ഞാണ് പൊട്ടിച്ച് നാലു ഭാഗത്തേക്ക് ഓടി. റസൂലുള്ളാഹി തങ്ങളും സഹാബത്തൊക്കെ നിങ്ങളെ ടെൻഷനോട് ഇരിക്കുക. അല്പസമയം കഴിഞ്ഞപ്പോൾ റസൂൽ തങ്ങളെ സഹാബത്തിനോട് പറഞ്ഞു, ഓ
ആ മദീനത്തുള്ള റഫായത്തിന്റെ കാറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. റഫായത്ത് ചത്തുപോയി, അതിന്റെ അടയാളം പോയി കണ്ട്. ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ സഹാബത്തിനെ വിളിച്ച് റസൂൽ പറഞ്ഞു, സഹാബത്തെ എന്റെ ഒട്ടകത്തിനെ കാണാനില്ല, അത് എവിടെ ഉള്ളെന്ന് പോയിട്ട് തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരണം കേട്ടോ. അപ്പൊ കൂട്ടത്തിൽ അന്ന് വലിയൊരു മൗലവി ഉണ്ടായിരുന്നു, അബ്ദുള്ള മൗലവി എന്നൊരു മൗലവി. ഇയാൾ എന്താക്കിയെന്നറിയോ, കൂട്ടത്തിലുള്ള കുറച്ച് വയസ്സന്മാരായ സഹാബത്തിനൊക്കെ കൂട്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്. എന്തിനെ പറ്റിയാ സ്പെഷ്യൽ ക്ലാസ്? റസൂലുള്ളാഹി തങ്ങൾക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയുമോ ഇല്ലേ, ഇൽമുൽ ഗൈബിനെ പറ്റിയിട്ടാ ക്ലാസ്. എന്നിട്ട് അബ്ദുള്ള മൗലവിയുടെ ക്ലാസ്സിൽ എന്താ പറയുന്നത്, നിങ്ങൾ കണ്ടില്ലേ ആ മുഹമ്മദിന്റെ തെരികിട കാറ്റടിച്ചപ്പോ പറഞ്ഞ് മദീനത്തുള്ള റഫായത്ത് കാറ്റ് കഴിഞ്ഞു പോയി. കാരണം ഈ റഫായത്ത് ആരെ നേതാവാ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈന്റെ മുനാഫിഖീങ്ങളുടെ നേതാവാ. അപ്പൊ കുറച്ച് ടെൻഷൻ ഉണ്ടോ, നേതാവിന് കുത്തു കിട്ടുമ്പോ അനുയായിക്കൊരു ബേജാറുണ്ടാവല്ലോ, സാധാരണയാണല്ലോ. ഏതായാലും ഇരിക്കട്ടെ, ആ ടെൻഷനില്ല ഇവനുള്ളത്. എന്നിട്ട് ഇവൻ പറയാണ്, മദീനയിലുള്ള റഫായത്ത് മരിച്ചിന് എത്രയോ ദൂരെയുള്ള മുഹമ്മദ് പറയാ, സ്വന്തം മുമ്പ് കാണാണ്ടായിപ്പോയ ഒട്ടകത്തിന് കിട്ടാതിട്ട് നമ്മളോട് തിരയാനും വേണ്ടി പറയാം. ഇതിലും വലിയ വിരോധാഭാസം എന്താ ഉള്ളത്? വളരെ പ്രസക്തമായ ചോദ്യം അല്ലേ? ഇപ്പവും കാണാൻ കുറെ മൗലവിമാര് ഇൽമുൽ ഗൈബ് അറിയൂല, റസൂലുള്ളാഹി അങ്ങനെയായി ഇങ്ങനെയായി മറ്റേയായി മറിച്ചായി എന്നൊക്കെ. എന്നാ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അല്ല അതെല്ലാം പിന്നെ പടച്ചോൻ അറിയിച്ചു എന്നേരം അറിഞ്ഞു, പിന്നെ പടച്ചോൻ അറിയിച്ചു കൊടുക്കേണ്ട ബാക്കിയില്ലെങ്കിൽ അറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഇത് കേട്ടപ്പോ, ഈ പ്രായത്തിന്റെ വ്യത്യാസത്തിനൊരു വലിയൊരു മഹത്വമുണ്ട്. ചെറുപ്പക്കാരൊക്കെ ചിലതൊക്കെ കേട്ടാ ചിരിച്ചങ്ങ് തള്ളു. ഈ വയസ്സന്മാർക്ക് തീരെ സൈ കിട്ടൂല, വല്ലാണ്ട് ടെൻഷനാവും. അപ്പൊ ഈ കേട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കുറച്ച് വയസ്സന്മാരായ സ്വഹാബത്തുണ്ടായിരുന്നു. അവര് നേരെ പോയി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അള്ളാന്റെ ഹബീബിന്റെ ഹദ്റത്തിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ നമ്മളെ കൂട്ടത്തിലുള്ള അബ്ദുള്ള മൗലവി ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു സാധനം കേട്ടോ, ഇപ്പൊ തങ്ങളെ പറ്റി ഞങ്ങൾക്ക് കിട്ടാവുന്ന ക്ലാസ് ഇങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ റസൂലുള്ളാഹിന്റെ മോചിസത്തും റസൂലുള്ളാഹി തങ്ങളുടെ എല്ലാം ഇങ്ങനെ പറയുമ്പോൾ വേറെ കുറെ ആളുണ്ട് ഇത് തെറ്റാന്നും പറഞ്ഞിട്ട് പിന്നെയും സദസ്സ് സംഘടിപ്പിക്കൂ. എന്നിട്ട് ഓൽക്ക് പറയാനുള്ള മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാ, സാധാരണ മനുഷ്യനാ, സാധാരണ മനുഷ്യനാ. ഏത് കൂട്ടത്തിലാ കൂട്ടേണ്ടത് നിങ്ങൾ കൂട്ടിക്കോളും, ഞാൻ അതിന് അഭിപ്രായം പറയുന്നില്ല. നിങ്ങൾക്ക് അല്ലാഹു തആല ബുദ്ധി വന്നിട്ടുണ്ടല്ലോ. ഏതായാലും ഇരിക്കട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവരത്തിൽ വന്നിട്ട് പറഞ്ഞു, കാറ്റടിച്ചിട്ട് മദീനയിലുള്ള റഫായത്ത് മരിച്ചു എന്ന് പറയുന്ന തങ്ങള് സ്വന്തം മുമ്പിലുള്ള ഒട്ടകത്തെ കാണാഞ്ഞിട്ട് ഞങ്ങളെ തെരയാനേൽപ്പിച്ചത്, തങ്ങൾ ഇതൊക്കെ വെറുതെ ഒരു വേണ്ടാത്തൊരു കോപ്പിരാട്ടി കളി കളിക്കുന്നതാണ്, ഇതൊക്കെ തെരികിടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുള്ള ഇപ്പൊ ക്ലാസ് കണ്ടത് എന്ന് പറഞ്ഞു. ഓനങ്ങനെ പറഞ്ഞോ, ഇരിക്കട്ടെ, അവനെ പുറത്താക്കൊന്നും വേണ്ട, കുറച്ചും കൂടി കിടക്കട്ടെ, അവിടെ നന്നായിക്കോട്ടെ. തെറ്റ് കാണുമ്പോഴത്തേക്ക് പുറത്താക്കുക എന്നുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ പൂർവികന്മാരുടെ പാരമ്പര്യമല്ല. മാക്സിമം പിടിച്ചിങ്ങനെ കെട്ടിയിടുക, എപ്പോഴാ സലാമത്താകുക, പറ്റ തെറിക്കുന്ന സമയത്ത് തെറിച്ചങ്ങ് പോയേക്ക്, അത്രയേ ഉള്ളൂ. അതൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ ഉണ്ടായപ്പോൾ നമ്മളെ എന്ന് പോകുന്ന മുമ്പിൽ ആരെ കാര്യമായിപ്പോത്, അതൊന്നും അങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നുമല്ല. അത് പോന്ന വഴിക്ക് പോവുക, വരുന്ന വഴിക്ക് കൂടി വരികയെന്നല്ലാണ്ട് അതിനിങ്ങനെ കുറെ ആയുസ് കളഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഏതായാലും ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ടപ്പോ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, എന്നാ സ്വഹാബത്തെ ആ മലഞ്ചെരുവില് ഒരു മരത്തിന്റെ വേരിന്റെ അടിയിൽ എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അത് അയച്ചിട്ട് കൊണ്ടാന്നളി. എന്നേരാ ചിലപ്പോ എന്താകുക, സനദും സിൽസിലെല്ലാം പ്രഖ്യാപിക്കേണ്ട സമയത്ത് ആദ്യം പറയാ, അല്ലാണ്ട് ആദ്യം തന്നെ കെട്ടിയയക്കലല്ല. ഏതായാലും ഇരിക്കട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മറുപടി കണ്ട് കൊടുത്തപ്പോ സഹാബത്ത് നേരെ പോയി അങ്ങോട്ട് ചെന്നപ്പോ, സുബ്ഹാന ജല്ല ജലാലുഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ മൃഗം ആ കടിഞ്ഞാൻ ഒരു മരത്തിന്റെ വേരിന്റെ ചുവട്ടിൽ കുടുങ്ങിക്കിടക്കുന്നു, സഹാബത്ത് അഴിച്ചു കൊണ്ടുവരുന്നു. ഇയാളും ജീവിച്ച സഹാബത്തിന്റെ കൂട്ടത്തിലാ. തലക്കെട്ടുണ്ട്, താടിയുണ്ട്, തൊപ്പിയുണ്ട്, യുദ്ധത്തിന് പോയിട്ടുണ്ട്, ഒക്കെ റെഡിയാ. പക്ഷെ ഉള്ളിലേതുണ്ട്? നിഫാഖ്, കാപട്യം. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽ സഹാബി എന്ന് പറയുന്ന ദർജയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ പേര് ഡ്യൂപ്ലിക്കേറ്റ് ആയി അംഗീകരിച്ച് നിഫാഖ് കാണിച്ചിട്ടുണ്ട്. ഇവരെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം ഖുർആൻ പറഞ്ഞു. എന്താണെന്നറിയോ? സഹാബത്തിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിയാൽ ഓലെന്താ ചെയ്യാന്നറിയോ? നേരെ റസൂലുള്ളാഹിന്റെ ചെന്നിട്ട്, നബിയെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി, ഒന്നെനിക്ക് പുറത്തു കിട്ടണം, തങ്ങൾ ശഫാഅത്ത് ചെയ്യണേന്ന് പറയും. എന്നാൽ ഈ ഇടയിലുള്ള മുനാഫിഖീങ്ങളോട് അവരുടെ കയ്യിൽ വല്ല അബദ്ധവും പണഞ്ഞിട്ട് ഒന്ന് മുഹമ്മദ് നബിയുടെ അടുക്കൽ ചെന്നിട്ട് സങ്കടം പറയാന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന പ്രശ്നമില്ല. അവര് തലതിരിച്ച് തട്ടിക്കളയും കേട്ടോ. തെറ്റും കുറ്റങ്ങളും പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് സങ്കടം പറയാന്നുള്ളത് റസൂലുള്ളാഹിനെ സ്നേഹിച്ച സഹാബത്തിന്റെ ശൈലിയാ. എന്നാൽ അങ്ങനെ പറ്റിയാലും മുഹമ്മദ് നബി മനുഷ്യനാ, നമ്മളമ്പാകത്തില്ല, നമ്മളത് പടച്ചവനോടെ പറയുന്നുള്ള വാദം ആരുടേതാണ്? മുനാഫിഖീങ്ങളതാണ്. ഏത് പക്ഷത്ത് നിൽക്കണോ നിങ്ങൾ തീരുമാനിച്ചോളി. സഹാബത്തിന്റെ പക്ഷത്ത് നിൽക്കണോ അല്ല മുനാഫിഖീങ്ങളുടെ പക്ഷത്ത് നിൽക്കണോ? അല്ലാഹു നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരട്ടെ. അതുകൊണ്ടാ മക്കളെ, സധൈര്യം സുന്നി മുസ്ലിമീങ്ങൾ
അള്ളാന്റെ ഹബീബിന്റെ മൗലിദ് ഓതുമ്പോ ഒരു ടെൻഷനുമില്ലാതെ ചങ്കൂറ്റത്തോടെ പാടുന്നത് ഇർതകബ്തു അല്ലൽ ഖാതാ ഗൈറ ഹസിരിൽ വഅദദ ലക അശ്കു ഫിഹി യാ സയ്യിദി ഖൈറൽ നബി അസ്സലാത്തു അലൽ നബി الشفيع الأبطحي والحبيب العربي كتمنا وهنم അറ്റമില്ല കേറിഞ്ഞാൽ തങ്ങളോടന്യായമായി സയ്യിദി ഖൈറൽ നബി മൗലായ സല്ലി വസല്ലിം ദായിമൽ അബദാ على حبيبك خير الخلق كلهم യജമാനനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. മദീന മുനവ്വറയിൽ കടന്ന് ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട ഗുരു മുഹമ്മദിനിൽ മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ഹുളൂർ കൊണ്ട് ഈ സദസ്സിനെ നീ ധന്യമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപം പൊറുക്കാൻ ഉപകരിക്കുന്ന സദസ്സാക്കി ഈ സദസ്സിന് നീ കബൂലിയത്ത് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ചെയ്തുപോയ തെറ്റുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ച് സങ്കടം പറയുന്നത് അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഓ നബിയേ, തെറ്റ് ചെയ്ത് ശരീരത്തെ ആക്രമിച്ചവർ അവർ ചെയ്ത തെറ്റ് തങ്ങളെ വിളിച്ച് സങ്കടം പറയും. അതോടൊപ്പം എന്നോട് അവർ പാപമോചനം നടത്തുകയും ചെയ്യും. അവരുടെ ആവലാതി കേട്ട് നിങ്ങൾ അവർക്ക് ശുപാർശയും ചെയ്താൽ ഞാൻ അവരുടെ തൗബ സ്വീകരിക്കും നബിയേ. ഇന്നും തെറ്റ് ചെയ്ത മനുഷ്യന്റെ ബാധ്യത അതാണ്. മദീനയിൽ കിടക്കുന്ന ഹബീബിനെ വിളിച്ചു പറയുക, നബിയേ, ഒരുപാട് തെറ്റ് ചെയ്തവനാണ്. എന്റെ തെറ്റ് ഞാൻ തങ്ങളോട് അവലാതി പറയുന്നു. അതെനിക്കൊന്ന് പുറത്തു കിട്ടാൻ അങ്ങ് ശുപാർശ ചെയ്യണം നബിയേ. ഹബീബിനോട് പറയുന്നത് സഹാബത്തിന്റെ പണിയാണ്, ഖുർആൻ പഠിപ്പിച്ച ശൈലിയാണ്. അതാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. അതിനെ എതിർക്കുന്നത് മുനാഫിക്കുകളുടെ ശൈലിയാണ്. അത് ഖുർആൻ എതിർത്ത ശൈലിയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാന്റെ ഹബീബിന്റെ റൗളാ ഷരീഫിന്റെ അടുക്കൽ ചെന്ന് അതേ ജീവിതകാലത്ത് സങ്കടം പറയുന്നത് പോലെ അവിടുന്ന് ഖബറിൽ കിടക്കുന്ന സമയത്തും ചെന്ന് സങ്കടം പറഞ്ഞ് പാപം പൊറുപ്പിച്ച ചരിത്ര സംഭവങ്ങളൊക്കെ എത്രയെത്ര വിഷയങ്ങളിൽ കാണാമല്ലേ. ഞാൻ ബർക്കത്തിന് വേണ്ടി ഒരൊറ്റ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. എല്ലാവരും നേരെ ഇരുന്ന് അതേ നമ്മുടെ മനസ്സ് നാം അറിയാതെ പതുക്കെയൊന്ന് ഒഴുകിയെത്തണം. ഇലാ മദീനത്തി റസൂലില്ലാഹി, ഇലാ മദീനത്തി റസൂലില്ലാഹി, ഇലാ ഹളറത്തി റസൂലില്ലാഹി. ആ ഹബീബിന്റെ സവിധത്തിലേക്ക് ഒഴുകിയെത്തണം നമ്മുടെ മനസ്സ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇരിക്കട്ടെ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധിയാർജിച്ച ഇളാഹ് എന്ന് പറയുന്ന കിതാബിലും ഖുർആൻ വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിൽ പുത്തനാശയക്കാര് പോലും അവരുടെ ഏറ്റവും വലിയ നേതാവായി അംഗീകരിച്ച ഇബ്നു കസീർ, അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിലും അൽ ബിദായത്ത് വൻ നിഹായിൽ അടക്കം ഉദ്ധരിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നിർത്തുകയാണ്. അല്ലാഹുവേ, ആ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ അളവിറക്കുന്ന ബർക്കത്തുകൊണ്ട് ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. അതപേട് സംഭവിച്ചു പോയെങ്കിൽ നീ മാഫാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. അതേ മഹാനായ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഖബർ ശരീഫിൽ അരികിൽ കിടക്കുന്ന പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ അതേ ലോക പ്രശസ്ത പണ്ഡിതനായ മഹാനായ ഇമാം അത്ബി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം അത്ബി റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു തൂണോട് ചാർന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
നേരെ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയുന്നതല്ല. ലോക പ്രശസ്ത കർമ്മശാസ്ത്ര പണ്ഡിതനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഈലാഹിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഇബ്നു കസീർ അവിടുത്തെ തഫ്സീർ ഇബ്നു കസീർ വലൗ അന്നഹും ഇൽവലമു അൻഫുസഹും എന്ന ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തിയതും കാണാം. അതേ ഇമാം അത്തബി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന സമയത്ത് അതാ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ റൗള ശരീഫിന്റെ അരികിൽ വന്ന് പൊട്ടിപ്പൊട്ടിക്കരയുന്നു. കരഞ്ഞുകൊണ്ട് പാടുകയാ. എന്തേ പാടുന്നതെന്നല്ലേ? യാ ഖൈറ മൽദൂഫിനത്ത് ബിൽഖാഇ അർളുമുഹു ഫതാബ മിൻ തീബിഹിം നൽഖാഉ വൽ അകമു മൗലായ സല്ലി വസല്ലം. نفسي فداء لقادر أنت ساكنه فيه الآفاق وفيه الجود والكرم مولاي صل وسلم دائما أبدا أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم مولاي صل وسلم. وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. യജമാനനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ റബ്ബേ. മദീന മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുള്ള പ്രിയപ്പെട്ട ഗുരു മുഹമ്മദിനിൽ മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ ദറജ നീ ഉയർത്തണേ റബ്ബേ. ദർബാർ നീ സന്തോഷിപ്പിക്കണേ റബ്ബേ. അവിടുത്തെ ദോഷം ഞങ്ങളിലേക്ക് നീ ഇട്ടുതരണേ അല്ലാ. ഹുദൂറുകൊണ്ട് ഈ സദസ്സ് ധന്യമാക്കണേ റബ്ബേ. മഹാനായ ഇമാം അത്തബി റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുമ്പോ ഒരു മനുഷ്യനോട് വന്ന് കരഞ്ഞു പാടുകയാ. എന്താ മനുഷ്യൻ പാടിയത്? ആ നിൽക്കുന്ന ആളുകൾ കുറച്ചൊന്നും കൂടെ അടുത്ത് നിർത്താൻ പുറകിൽ കുറെ ആളുകൾ അകത്ത് കയറാൻ സൗകര്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് ദ്വായിച്ചുക. നിൽക്കുന്നവർ കുറച്ചൊന്ന് മുന്നോട്ടൊന്ന് അടുത്ത് നിർത്തി കഴിഞ്ഞാൽ, ആ രണ്ട് സൈഡിലുള്ളവർ കുറച്ചൊന്ന് മുന്നോട്ട് അടുത്ത് നിർത്തി കഴിഞ്ഞാൽ അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഈ സഹിക്കുന്ന ത്യാഗത്തിന് അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. ഹബീബിന്റെ ശഫാഅത്ത് കിട്ടാൻ ഉപകരിക്കുന്ന ഏറ്റവും വലിയ ഒരു മദതുള്ള സംഗമമായി നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു മാറ്റിത്തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ശ്രദ്ധിക്കണം. അതെ, ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വന്ന് പാടിയത് എന്താണെന്നറിയോ? യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിബുൽ വജീലുൽ യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഉമുഹു ഫതാബ മിൻ തീബിഹിം നൽഖാഉ വൽ അകമു. ഓ പരിശുദ്ധമായ ശരീരം ഈ മദീന ഭൂമിക്ക് നൽകി എന്ന് പറയുന്ന ഈ ഭൂമിക്ക് നൽകിയിട്ട് ഈ വിശുദ്ധ ഭൂമിയെ ബർക്കത്തുடைய ഭൂമിയാക്കിയ നബിയേ,
ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പാടുകയാൽ പവിത്രമായ പ്രവാചക ശരീരം ഈ പുണ്യഭൂമിക്ക് സമർപ്പിച്ച് ഈ ഭൂമിയെ ബറക്കത്തുடைய ഭൂമിയാക്കി മാറ്റിയ നബിയേ, നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഓ നബിയേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ വളരെ പ്രതീക്ഷയോടെ വന്ന വിനീതൻ എന്റെ ശരീരം അങ്ങക്ക് ദണ്ഡമായി സമർപ്പിക്കുന്നു. ഞാൻ ഇവിടുന്ന് ധർമ്മം പ്രതീക്ഷിക്കുന്നു നബിയേ, ഇവിടുന്ന് മാപ്പ് പ്രതീക്ഷിക്കുന്നു നബിയേ. ഒരുപാട് തെറ്റ് ചെയ്തു പോയ പാപിയാ, എന്റെ പാപങ്ങൾ മുഴുവനും അങ്ങയോട് ഞാൻ സങ്കടം പറയുന്നു നബിയേ. എനിക്കിവിടെ വെച്ച് ധർമ്മം കിട്ടണം, അങ്ങയുടെ കാരുണ്യം എനിക്ക് നേടാൻ കഴിയണം, എന്റെ പാപങ്ങളൊന്ന് പുറത്തു കിട്ടണം നബിയേ. അന്ത ശഫീഉല്ലദീ തുർജാ ശഫാഅതുഹു അലാ സിറാതി ഇദാ മസല്ലത്തിൽ ഖദമു. സംസാരിക്കാതെ മറ്റു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ ഈ വിഷയം ഗൗരവത്തോടെ ഉൾക്കൊള്ളാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനായ ഈ വ്യക്തി അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖബറു ശരീഫിങ്കൽ ചെന്ന് പാടുകയാണ് നബിയേ, കത്തിജ്വലിക്കുന്ന സൂര്യഗോളം മനുഷ്യ ശിരസിന്റെ ഒരു ചാൺ ഉയരത്തിലുദിച്ച് വിയർപ്പിൽ മുറ്റി നട്ടോട്ടമോടുന്ന കഥേ മശ്റയില്ലേ, അവിടെ എനിക്കാകെയുള്ള രക്ഷാകവചം അങ്ങയുടെ ശുപാർശയാണ് നബിയേ. സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ കാലിടറി നടക്കുന്ന സമയത്ത് എനിക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ അങ്ങയുടെ ശഫാഅത്ത് കൊണ്ടല്ലാതെ സാധിക്കില്ല നബിയേ. എനിക്ക് ദുനിയാവിലും അങ്ങയുടെ ശഫാഅത്ത് മാത്രമാണുള്ളത്. അതുകൊണ്ട് എന്റെ ഈ പാപങ്ങളൊക്കെ ഒന്ന് എനിക്ക് പുറത്തു കിട്ടാൻ റബ്ബിനോട് ശുപാർശ ചെയ്യണം നബിയേ. വസാഹിബക ഫലാ അൻസാഹു മാ അബദാ മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു. ഓ ഹബീബായ നബിയേ, ഞാൻ അങ്ങയോട് ഈ സങ്കടങ്ങളൊക്കെ പറയുമ്പോഴും അങ്ങയുടെ ചാരത്ത് കിടക്കുന്ന അങ്ങക്ക് വേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറായ അങ്ങയുടെ പ്രേമികളുണ്ടല്ലോ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമാ. ആ രണ്ടുപേരെയും ഞാൻ മറക്കുന്നില്ല നബിയേ. ഞാൻ അവർക്കൊരു സലാമും കൂടെ പറയട്ടെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ് റൗളാ ഷരീഫിന്റെ ചാരത്ത് നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. മഹാനായ ഇമാം അത്തബി റളിയല്ലാഹു തആല അൻഹു ഈ ദയനീയമായ രംഗം കണ്ട് കരഞ്ഞ് മസ്ജിദുൻ നബവിയിൽ ഒരു ചൂണോട് ചാർന്നിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. മഹാനായ ഇമാം അത്തബി റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു റസൂലല്ലാഹി ഞാനായിരുന്നുള്ള ഉറക്കത്തിൽ എന്റെ ഹബീബിനെ സ്വപ്നം കാണാൻ കഴിഞ്ഞു. ഹബീബനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ ഒന്ന് കാണിച്ചു തരണം റബ്ബേ. സന്തോഷത്തോടെ ദുനിയാവിൽ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാനെ. അതിലൂടെ ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ മഹബത്ത് കൊണ്ട് ധന്യമാക്കാൻ നീ തൗഫീഖ് തരണം റഹ്മാനെ. പഠിച്ചോനെ, പലരും ഹബീബിനെ കണ്ടുകിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പലതരത്തിലും സഹായങ്ങൾ നൽകിയിട്ടുണ്ട് റബ്ബേ. സാധുവായ ഈ വിനീതൻ പറഞ്ഞപ്പോ നിന്റെ ഹബീബിനുള്ള പ്രതീക്ഷയോടെ അതേ സ്വർണം പോലും തന്ന് സഹായിച്ചവർ നീ അടുത്ത ദിവസം തന്നെ അവർക്ക് റസൂലുള്ളാഹി തങ്ങളെ ഒന്നുറക്കിൽ കാണിച്ച് സന്തോഷിപ്പിക്കണേ റഹ്മാനെ, സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഇവിടെ ഒരുപാട് പരിപാടി തുടങ്ങിയത് മുതൽ ഇതുവരെ ഒരുപാട് സഹായങ്ങൾ പല വിഷയങ്ങളും നൽകിയവരാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും നീ ഖബൂലിയത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഞാൻ വരുന്ന വഴിയിൽ നമ്മുടെ എളിയ സ്ഥാപനം മുടിയിൽ സുന്നി മജ്ലിസ് ഈ വിനീതൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി ഒരു സഹോദരി 2 പവൻ തൂക്കമുള്ള ഒരു ആഭരണം അഴിച്ച് സംഭാവന നൽകിയിട്ടുണ്ട്. യജമാനനായ റബ്ബേ, ആ സഹോദരിയുടെ പേരും അഡ്രസ്സും നിനക്കറിയാം. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. റസൂലല്ലാഹി
ഞാൻ ആ ഉറക്കിൽ റസൂലുള്ളാഹിനെ നേരെ ഒന്ന് ഇങ്ങോട്ട് കണ്ടു. അള്ളാന്റെ ഹബീബ് എന്നെ വിളിച്ചു പറയുന്നു, ഓ അത്തബി, എന്റെ പരിശുദ്ധമായ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞു പോയ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടില്ലേ? ഒന്നടിയന്തരമായി ആ മനുഷ്യനെ ഒന്ന് കണ്ടെത്തണം. ആ മനുഷ്യന്റെ കണ്ണുനീർ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു അദ്ദേഹത്തിന്റെ പാപം പൊറുത്തിരിക്കുന്നു എന്ന സന്തോഷം ഇപ്പോൾ തന്നെ നൽകണം. അത്തബീ, മഹാനായ അത്തബീ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉറക്കിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു. ആ മദീനയുടെ പരിസരത്തിൽ ഞാൻ അന്വേഷിച്ച് ആ മനുഷ്യനെ കണ്ടെത്തിക്കൊണ്ട് ഞാൻ ആ മനുഷ്യനെ ഈ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. ചില്ലറക്കാരനല്ല ഇത് പറഞ്ഞത്, ലോകപ്രശസ്ത പണ്ഡിതൻ ഇമാം അത്തബീ റളിയല്ലാഹു അൻഹു. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, നമ്മുടെ ദുന്യവിയായ സങ്കടം പറയാനോ, നമ്മുടെ ആത്മീയമായ സങ്കടം പറയാനോ, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനോ എല്ലാറ്റിനും നമുക്ക് അഭയം ചെല്ലാൻ ഉള്ള വ്യക്തിത്വം മുഹമ്മദിനിൽ മുസ്തഫ, ആ ഹബീബ് കിടക്കുന്ന മദീനത്തുൽ മുനവ്വറ. ആ ഹബീബിനെ തികഞ്ഞ ആദരവോടെ കാരണം ആ ഹബീബിനെ മനസ്സിന്റെ അകത്ത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ആ ഹബീബിനെ സ്നേഹിച്ചാൽ ലോകത്തെന്ത് വിപ്ലവവും സൃഷ്ടിക്കാൻ, എന്ത് അത്ഭുതവും സൃഷ്ടിക്കാൻ സാധിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് റബ്ബ് തആല തൗഫീഖ് ചെയ്താൽ നാളെ മുതൽ അങ്ങോട്ടുള്ള ചർച്ചയിൽ നമുക്കത് കൊണ്ടുവരാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരൽപ്പം സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സ് നീ ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാക്കി തരണം.